चापि न ज्ञेयो परमात्मनः इति श्री गणेशपुराणे क्रीडाखण्डे बालचरिते कूपकन्दरयोर्वधवर्णनं नाम 19तमोऽध्याय। सर्वत्र गणेशनाम संकीर्तनं श्रीमहागणपतये नमः। एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकं ശ്രീമഹാഗണപതയേ നമഃ. ഇന്നത്തെ സത്രവേദിയിലെ അതിവിശിഷ്ടമായ പ്രഭാഷണം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ പ്രഭാഷണം ഇവിടെ നിർവഹിക്കുന്നത് ബഹുമാന്യനായ ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി അദ്ദേഹമാണ്. എനിക്ക് എൻ്റെ സ്വന്തം ഗുരുനാഥനെ പോലെ ബഹുമാനമുള്ള ഇദ്ദേഹം വളരെ കാലമായി എനിക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തെ സവിനയം യജ്ഞവേദിയിലേക്ക് വക്തൃപീഠത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. പ്രഭാഷകനെ കുറിച്ച് ഒരു 2 വാക്ക്. ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളാണ് ഇദ്ദേഹം. കോഴിക്കോട് ജില്ലയിലെ അനവധി ക്ഷേത്രങ്ങളിൽ തന്ത്രി പദവി അലങ്കരിക്കുന്നു. പാണ്ഡിത്യം കൊണ്ട് പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വത പ്രകടിപ്പിക്കുന്ന സജ്ജനോചിതമായ വാക്കും പ്രവൃത്തിയും കൊണ്ട് ഏവരെയും ആകർഷിക്കുന്ന ഒരു സവിശേഷ വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റെത്. നമ്മളിപ്പോ ഗണപതിയുടെ താന്ത്രികമായ പശ്ചാത്തലം അഥവാ താന്ത്രിക വിഷയത്തിലെ ഗണപതി സങ്കല്പം എന്ന വിഷയത്തെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ആ പ്രഭാഷണം ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. നമ്മളൊക്കെ ഗണപതി ഭക്തന്മാരാണ്. ഗണപതിയെക്കുറിച്ച് അറിയാനാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പോൾ ഗണപതി ആരാധനയുടെ വൈവിധ്യം, ഏതൊക്കെ തരത്തിൽ ഗണപതി ഉണ്ട്, ഈ ഗണപതി ആരാധനയുടെ മഹത്വം എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ നമ്മളോട് സംവദിക്കുക. ഏറെ വിനയത്തോടെ ബഹുമാനത്തോടെ ഈ മങ്കൊമ്പ് നിവാസികൾക്ക് വേണ്ടി ഈ പ്രഭാഷണ കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഏറാഞ്ചേരി ഹരിയേട്ടനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വൻ ഊതിഭിः സീദസാദനം. ഗുരുഭ്യോ നമഃ. മഹാഗണപതിഭ്യോ നമഃ. ഇവിടെ ഈ ക്ഷേത്രസന്നിധിയിൽ മഹാഗണപതിയുടെ സന്നിധിയിൽ മഹാഗണപതി ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഗണേശ പുരാണ സത്രം ശ്രവിച്ച് പവിത്രീഭൂതന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ഈ ഒരു ഭാഗം കൈകാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഒരു നിയോഗമായും ഒരു ഭാഗ്യമായിട്ടും കണക്കാക്കപ്പെടുന്നു. ഏതായാലും ഞാൻ ഇന്ന് തുടക്കത്തിൽ ഗുരുഭ്യോ നമഃ ഗണപതിഭ്യോ നമഃ എന്ന് പറഞ്ഞ അവിടെ മുതൽക്ക് തന്നെ ഒന്നാണ് ചെറുതായിട്ട് തുടങ്ങാൻ തോന്നുന്നു. സാധാരണ നമ്മളൊക്കെ പറയാ ഗണപതയേ നമഃ എന്നല്ലേ പറയാ. പക്ഷെ ഇത് ഇന്നെനിക്ക് ഗണപതിഭ്യോ നമഃ എന്ന് പറയാനാണ് തോന്നിയത്. അതിനൊരു കാരണം പറയാനുണ്ട്. അതായത് ഈ തുടക്കത്തിലൊക്കെ ഈ എല്ലാവരെയും പോലെ തന്നെ എനിക്കും അറിയാവുന്ന ഒരേ ഒരു ഗണപതി ഉണ്ടായിരുന്നുള്ളൂ.
ഒരു ഗണപതി എന്നുള്ള സങ്കല്പമാണ് എനിക്കൊക്കെ അറിയാം. അതായത് ശ്രീപരമേശ്വരൻ്റെ മകനായിട്ട് പാർവതിയുടെ മകനായിട്ടുള്ള ഗണപതി, അങ്ങനെ ഒരു ഗണപതിയെ പറ്റിയാണ് നമ്മളൊക്കെ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് അതല്ലാതെ വേറൊരു ഗണപതിയും കൂടി ഉണ്ട് എന്ന് മനസ്സിലായത്. എങ്ങനെയാണ് മനസ്സിലായതെന്ന് വിചാരിച്ചാൽ, ഈ ശിവന്റെ പുത്രനാണ് ഗണപതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശിവന്റെയും പാർവതിയുടെയും വിവാഹവേളയിൽ ഒരു ഗണപതിക്ക് നിവേദ്യം ചെയ്തിരുന്നു എന്ന് കേട്ടു. അപ്പോൾ ശിവന്റെ പുത്രനായിട്ടുള്ള ഒരു ഗണപതി ആണെങ്കിൽ അവിടെ അങ്ങനെ ഒരു നിവേദ്യത്തിന്റെ വിഷയം വരുന്നില്ലല്ലോ. അപ്പോൾ ആ ഗണപതി അല്ല, വേറൊരു ഗണപതി ഉണ്ട് എന്ന്, അങ്ങനെ രണ്ട് ഗണപതി ഉണ്ട് എന്നുള്ളൊരു ഇത് മനസ്സിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ ഞങ്ങൾ തന്ത്രി സമാജത്തിൻ്റെ ചില വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഉള്ള ഇതിലാണ് ഒരു 32 ഗണപതി സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാവാനുള്ള ഭാഗ്യമുണ്ടായത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇടയിൽ നമ്മുടെയൊക്കെ ആചരണത്തിൽ വരുന്ന ഗണപതിമാർ തന്നെയാണ് ഈ ഗണപതിമാരൊക്കെ. ഈ ഗണപതി ആരാധന ചെയ്യാത്ത ഒരു തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുക. ഒരു തരത്തിലുള്ള കർമ്മങ്ങളും എല്ലാ വിഷയങ്ങളും ഏതൊരു വിഭാഗക്കാരായിക്കോട്ടെ അവരൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഗണപതി ആരാധന ചെയ്യും. സാധാരണ ഈ ചാക്യാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കലമുണ്ടാക്കുന്ന ആൾക്കാർ മണ്ണ് ആ പണി ചെയ്യുന്ന സമയത്ത് അവർ ആദ്യമായിട്ടൊരു ഗണപതിക്ക് എന്ന് പറഞ്ഞിട്ടൊരു മണ്ണെടുത്ത് വയ്ക്കും. അതേപോലെ നെയ്യുന്ന ആൾക്കാർ, തുണി നെയ്യുന്ന നെയ്ത്തുകാര്, അവരും ഒരു സൂചി കൊണ്ടൊരു കുത്ത് കൊടുക്കും. ഗണപതി കുത്ത് എന്ന് പറഞ്ഞിട്ടൊരു കുത്ത് കൊടുക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ആൾക്കാരും ഗണപതിയെ പലതരത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ താന്ത്രികം, വൈദികം, മാന്ത്രികം ഇങ്ങനെയൊക്കെയുള്ള പല പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഈ കർമ്മബന്ധങ്ങൾ, ആ കർമ്മബന്ധങ്ങൾ വേണ്ടതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ ഉപാധികൾ വെച്ചതെന്ന് മാത്രം. സാധാരണ ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ആ മരിക്കുന്നത് വരെയുള്ള ആ കാലയളവിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട വിഷയമില്ല. പക്ഷേ അവർക്ക് അതിലും മേലായിട്ടുള്ള ഒരു ഗതി ഉണ്ടാവണം എന്ന ഒരു തോന്നൽ ഒരു കാലഘട്ടത്തിൽ ഉദിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള പല പല മേഖലകൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ പെടുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ വൈദികം, താന്ത്രികം, മാന്ത്രികം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല വിഭാഗങ്ങളും. അതിൽ വൈദികമാണോ താന്ത്രികമാണോ ആദ്യം ഉണ്ടായത് എന്നൊക്കെ പലതരത്തിലുണ്ട്. വേദങ്ങളാണ് ആദ്യം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ താന്ത്രികമാണ് ആദ്യം ഉണ്ടായതെന്നും വേറൊരു വാദമുണ്ട്. അത് മഹാവിഷ്ണു തന്നെ ശ്രീനാരദ മുനിക്ക് ഉപദേശിച്ചതായിട്ടും ഒക്കെ പറയുന്ന താന്ത്രികം ഉണ്ട്. ഏതായാലും പലതരത്തിലുള്ള ഓരോരോ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും അവരവരുടെ ഉപാസനകളായിട്ട് അവരവരുടെ രീതിയിൽ ഉപാസിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ കണ്ണപ്പൻ്റെ കഥയൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ആ കണ്ണപ്പൻ ഇറച്ചി ഇതൊക്കെ കൊണ്ടുപോയിട്ടാണ് ശിവലിംഗത്തിൽ ആരാധിക്കാറ്. ബ്രാഹ്മണൻ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ആരാധിക്കും. ആ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും ഉപാസനകൾ ഒരേപോലെ സ്വീകരിച്ചയാളാണ് ഭഗവാൻ. അപ്പോൾ ഇതൊക്കെ ഈ ഗണപതിയായിട്ടുള്ള വിഷയത്തിൽ എന്താണ് ചോദിക്കാൻ കാരണം എന്ന് പറയാൻ കാരണം എന്ന് വിചാരിച്ചാൽ അതിനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗണപതി എവിടെയൊക്കെയാണ് നമുക്ക് വരുന്നത്, ഏതൊക്കെ തരത്തിൽ ഗണപതി വരുന്നുണ്ട്? നമുക്ക് ഈ വൈദികത്തിലാണെങ്കിൽ പിന്നെ ഏതൊരു കർമ്മത്തിലും ഗണപതിക്കൊരു വിളക്കെങ്കിലും വെക്കാത്ത കർമ്മം ഉണ്ടാവില്ല. അതിൽ ഒരുവിധം ക്രിയകൾക്കൊക്കെ ഗണപതി നിവേദ്യം തന്നെ ആയിട്ടുണ്ട്. അല്ലാതെ അപൂർവം ചിലതിന് മാത്രം ഗണപതി നിവേദ്യമില്ല. പക്ഷെ വിളക്ക് വയ്ക്കും, ഗണപതിക്ക് എന്ന് സങ്കല്പിച്ച ഒരു വിളക്ക് വയ്ക്കും. അങ്ങനെയുള്ള ക്രിയകൾ ഉണ്ടാവാറുണ്ട്. താന്ത്രികമായിട്ടുള്ള ക്രിയ ആകുമ്പോഴത്തേക്ക് ഗുരു, ഗണപതി ഒക്കെ വന്നു. മറ്റേ വൈദികത്തിൽ ഗണപതിയുടെ സങ്കല്പം മാത്രമേ കൂടുതൽ കാണാറുള്ളൂ. താന്ത്രികത്തിലാകുമ്പോൾ ഗുരു, ഗണപതി അങ്ങനെ രണ്ട് തരത്തിലുള്ള ആരാധനകൾ വന്നു.
അപ്പം അതിൽ എവിടെയാ അതെ ഇഷ്ടാംബികേയ കൃതനാന്ത്യഭിധാന കർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് താന്ത്രികത്തിൻ്റെ ഓരോരോ ക്രിയകൾ പറയുന്ന കൂട്ടത്തിലുണ്ട്. അവിടെയൊക്കെ ആംബികേയൻ എന്ന് പറഞ്ഞാൽ അംബികയുടെ പുത്രൻ ഗണപതി, ആ ഗണപതിയെ പൂജിക്കണം. വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് വിഘ്നേശ്വരം സമർച്ച്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാരണ ഏതൊരു കർമ്മത്തിൻ്റെയും മുമ്പായിട്ട് ചെയ്യുന്ന ദേഹശുദ്ധി വിഷയത്തിലും അതെ ഗുരുവിനു ദക്ഷിണതോ ഗണേശം, അവിടെയും ഗണപതി പ്രധാനമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല, ഉറപ്പുള്ള കാര്യമാണ്. കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഗണപതി വേണം. അതാണ് ഗണപതിയുടെ ഒരു പ്രാധാന്യമായിട്ട് പറയാം. അപ്പോൾ ഈ ഗണപതി തന്നെ പിന്നെ എന്താണ് ഗണപതി നിവേദ്യത്തിൻ്റെ പ്രാധാന്യം അത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സാധാരണ ഒരു കാവ്യം, ഒരു കവിത എഴുതുന്ന ഒരാൾ, കവിത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കവിതകളല്ല, വലിയ വലിയ കാവ്യങ്ങളൊക്കെ രചിച്ച ആചാര്യന്മാർ, കാളിദാസൻ, മാഘൻ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒക്കെ പോലെയുള്ള കാവ്യങ്ങൾ രചിക്കുന്നതിന് മുമ്പ് അവർക്കും ആ കാവ്യത്തിൽ ഒരു മംഗളകരമായിട്ട് ഒന്ന് ആദ്യം തന്നെ എഴുതണം. ഇല്ലെങ്കിൽ അത് വേണ്ടതുപോലെ നടക്കില്ല എന്നാണ് പറയുക. ഇനി അഥവാ അങ്ങനെ ഒന്ന് ആ കാവ്യത്തിൽ ഒരു മംഗളശ്ലോകം എഴുതിയില്ല എന്ന് വിചാരിക്കാം, എന്നിട്ടും അത് മംഗളകരമായിട്ട് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടുണ്ടാവും? ആ കാവ്യകാരൻ ഇതിൽ എഴുതിയിട്ടില്ല എന്നേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിനു മുമ്പ് ഒരു മംഗളം ചൊല്ലിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അപ്പം അങ്ങനെ ആ മംഗളശ്ലോകത്തിൻ്റെ കാര്യത്തിൽ പറയും. അതുപോലെ തന്നെ ഈ വാദ്യം പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അവിടെയൊക്കെ ആദ്യം തന്നെ പഠിക്കുന്നതുണ്ട്. ഈ തായമ്പക, കൊട്ട്, പിന്നെ താളങ്ങൾ, ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ആദ്യം തന്നെ എല്ലാവരും പഠിക്കിയതാ ഗണപതി കൈ എന്നുള്ളതാണ് ആദ്യം പഠിക്കുക. അപ്പോൾ അവിടെയും ഗണപതിയുടെ പ്രാധാന്യം തുടക്കത്തിൽ അത് വേണം, എന്നാലേ അത് മുന്നോട്ട് പോവുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇവിടെയൊക്കെ നടപ്പിലുണ്ടാവും, ഈ ഗുരുതി സമ്പ്രദായമൊക്കെ ഉണ്ടാവും. ഗുരുതി സമ്പ്രദായം കണ്ടിട്ടുണ്ടാവും പല ആൾക്കാരും. അപ്പോൾ അവിടെയൊക്കെ സാധാരണ ഗുരുതിക്ക് മുമ്പായിട്ട് ഒരു ഗണപതി നിവേദ്യമൊക്കെ പതിവുണ്ട്. ആ നിവേദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുരുതി തർപ്പണത്തിൻ്റെ ഘട്ടത്തിലും പലരും ഗുരുവിനും ഗണപതിക്കും വീണ്ടും തർപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇത് കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഗണപതിക്കും പ്രാധാന്യം ഓരോരോ ഘട്ടത്തിലും ചെയ്തുകൊണ്ട് തന്നെ നീങ്ങാൻ സാധ്യതയുള്ളൂ, അങ്ങനെ ഒരു വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുക. അതുപോലെ പുഷ്പാഞ്ജലി വിഷയത്തിൽ അവിടെയൊക്കെ ഈ ഗുരുവിൻ്റെയും ഗണപതിയുടെ കാര്യങ്ങളൊക്കെ ആവർത്തിക്കാറുണ്ട് എന്നർത്ഥം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഗണപതിമാര് എന്ന് പറഞ്ഞു. എത്ര ഗണപതിമാരുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാനൊന്നും സാധിക്കില്ല. ഇപ്പോൾ ഈ ഗണേശ പുരാണത്തിൽ താരകാസുര വധുവായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗണപതിയുടെ വിഷയം പറഞ്ഞു. അതുപോലെ വിഷ്ണുവിൻ്റെ അസുരനെ വധിക്കുന്ന സമയത്ത് സിദ്ധഗണപതി വന്ന വിഷയം പറഞ്ഞു. അങ്ങനെയൊക്കെ ചില അവതാരങ്ങൾ ഓരോരോ സമയത്തുണ്ട്. പക്ഷേ ഒരു 32 ഗണപതി സങ്കല്പമായിട്ടുള്ള ഒരു ഭാവം വേറെയുണ്ട്. ഈ 32 അല്ല, അതിൽ കൂടുതലുണ്ട്. ആ ഒരു ഗണപതി സങ്കല്പത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ സാധാരണ നമുക്ക് ഒരു ലോകത്തിൻ്റെ സൃഷ്ടി എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. ആ സൃഷ്ടിയിൽ ഈ ഗണപതി സങ്കല്പം അങ്ങോട്ട് വരികയാണ്. ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഈ വൈഷ്ണവമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒരു പ്രളയം, ആ പ്രളയത്തിൽ നശിക്കാതെ എന്നാൽ നിശ്ചലമായിട്ട് ജീവനുണ്ടോ? ജീവനുണ്ട്, എന്നാൽ കണ്ടാൽ ജീവനുണ്ട് എന്ന് തോന്നില്ല. ആ ഒരു തരത്തിൽ ശയിക്കുന്ന ഒരു രൂപം, അതിനെ പുരുഷൻ എന്ന് പറയും. ആ പുരുഷൻ എല്ലാം ലയിപ്പിച്ചിട്ട് ഉറങ്ങുകയാണ്. അങ്ങനെ കുറേ കാലം നമുക്കായാലും ശരി, നമ്മൾ കുറേ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങണം. ഏതാണ് സുഖം എന്നൊക്കെ ചോദിച്ചാൽ ചിലർ പറയും ഉറക്കമാണ് സുഖം എന്ന് പറയും. പക്ഷെ എന്നാലും കുറേ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേൽക്കണം എന്നൊക്കെ തോന്നാറില്ലേ? ആർക്കായാലും തോന്നും. അങ്ങനെ ഈ പുരുഷനും ഒരു ആഗ്രഹം തോന്നുകയാണ്, ഒന്ന് എഴുന്നേൽക്കണം. അപ്പോൾ ഈ പുരുഷൻ എന്താ ചെയ്തിട്ടുള്ളത്? ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാം തൻ്റെ ഉള്ളിലേക്ക് അടക്കി വെച്ചു, എന്നിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഇല്ലെങ്കിൽ ഓരോരോ
വിഷയങ്ങളായിട്ട് പുറത്തേക്ക് വന്ന് അതിലേക്കാവും ശ്രദ്ധ. അത് പറ്റില്ല. അപ്പോൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവി, കണ്ണ് ഇതൊക്കെ അടച്ച്, ഇന്ദ്രിയങ്ങളൊക്കെ അടച്ചിട്ട് വേണം ഉറങ്ങാൻ. അതേപോലെ തന്നെ ആ ഭഗവാനും അതെ, എല്ലാ ഇന്ദ്രിയങ്ങളും അടക്കിയിട്ട് യോഗനിദ്ര കൊള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന സമയത്താണ് ഒന്ന് ഉണരാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ ചെറിയൊരു തോന്നൽ. ആ സമയത്ത് ആ പുരുഷനിൽ നിന്നും പുരുഷൻ ആഗ്രഹിക്കുകയാണ്, ഒരു ശക്തി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ശക്തി അങ്ങോട്ടുണ്ടാവും. ആ ശക്തിയോട് പറയുകയാണ് ഇനി വേണ്ടതൊക്കെ സൃഷ്ടിച്ചോളൂ. ആ ശക്തിക്ക് നിർദ്ദേശം കൊടുത്ത്, ആ ശക്തിക്ക് വേണ്ട ശക്തികളൊക്കെ കൊടുത്ത്, ആ ശക്തിയാണ് പിന്നെ സൃഷ്ടിയുടെ ഓരോരോ ഘട്ടങ്ങളായിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഈ ഗണപതി സങ്കല്പത്തിൽ 32 ഗണപതി സങ്കല്പത്തിൽ ഉള്ള ഗണപതിമാരിൽ ആദ്യത്തെ 5 ഗണപതിമാര് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇങ്ങനെ 5 എണ്ണം. അതില് ആദ്യം വരിക ആകാശമാണ്. കാരണം സൃഷ്ടിയുടെ ക്രമത്തിൽ വരുമ്പോൾ ആദ്യം ആകാശ വരിക. കാരണം ആകാശത്തിന്റെ ഗുണം എന്ന് പറയുന്നത് ശബ്ദമാണ്. ശബ്ദത്തിൽ നിന്നാണ് സൃഷ്ടി തുടങ്ങുക. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുരുഷൻ ശക്തി ഉണ്ടായി, സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഒരു ശബ്ദമാണ് ഉണ്ടായത്. ആ ശബ്ദത്തിൽ നിന്നാണ് ശബ്ദാദ്യോമ, ശബ്ദത്തിൽ നിന്നാണ് പിന്നെ വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശമുണ്ടായത്. അപ്പോൾ ആകാശത്തിൻ്റെ ഗുണങ്ങൾ, ആകാശത്തിൽ നിന്ന് വായുവുണ്ടായി, വായുവിൽ നിന്ന് അഗ്നി തേജസ് ഉണ്ടായി, ആ തേജസ്സിൽ നിന്ന് ജലമുണ്ടായി, ആ ജലത്തിൽ നിന്നാണ് പൃഥിവി സൃഷ്ടിയായിട്ട് മാറിയത്. അപ്പൊ ഇവിടെ ഈ ഗണപതി സങ്കല്പങ്ങളിൽ ആദ്യത്തെ 5 ഗണപതിമാര് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗണപതിയാണ്. അതിൽ ആകാശം എന്നുള്ള ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതത്തിലെ ഓരോന്ന്, ആ ആകാശഭൂതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗണപതിയുണ്ട്. അതാണ് ശക്തി ഗണപതി എന്ന് പറഞ്ഞ ഗണപതി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ആ പുരുഷനിൽ നിന്നൊരു ശക്തിയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ സൃഷ്ടിക്രമത്തിലെല്ലാം മഹാഗണപതിയായിട്ട് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ അവിടെ ഇതിനുള്ള ഉത്തരമൊക്കെ കിട്ടും. ആ മഹാഗണപതി യോഗനിദ്ര കൊള്ളുകയാണ്. ആ യോഗനിദ്ര കൊള്ളുന്ന മഹാഗണപതിക്ക് ഒരാഗ്രഹം, ഒരു ശക്തി ഉണ്ടായി, അതിനനുസരിച്ച് ശക്തി ഉണ്ടായി ആ ശക്തി ഗണപതി. ഈ ശക്തി ഗണപതി എങ്ങനെയാണ്? ശക്തി ഗണപതിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുണ്ട്, കുറേ മനസ്സിലാക്കാനുണ്ട്. ആ ശക്തി ഗണപതി എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള ആൾ തന്നെയാണ്. ശക്തി ഗണപതി എന്ന് പറയുമ്പോൾ പിന്നെ ഈ സാധാരണ ഗണപതിമാരുടെ കൂട്ടത്തിൽ ശക്തിയുള്ള എല്ലാ ഗണപതിമാർക്കും ശക്തിയുണ്ട്, ഓരോ തരത്തിലുള്ള ശക്തികളാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ വരുന്ന ഗണപതി ഈ ആകാശഭൂതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശക്തി ഗണപതി. ഈ ശക്തി ഗണപതി എന്ന് പറഞ്ഞാൽ പിന്നെ ആ രൂപം നമുക്ക് മനസ്സിലാക്കണം. അതായത് ഈ ശക്തി ഗണപതിക്ക് 2 തരത്തിലുള്ള ഭാവങ്ങൾ, പൊതുവെ 2 തരത്തിലുള്ള ധ്യാനങ്ങൾ പറയാറുണ്ട്. അതായത് പിന്നെ കയ്യിൽ ആയുധങ്ങളുണ്ട്, കൊമ്പ്, തോട്ടി, രുദ്രാക്ഷമാല, കയറ്, ഇതൊക്കെ കയ്യിലുണ്ട്. പിന്നെ തുമ്പിക്കൈയിൽ മോദകം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതേപോലെ സ്വർണം, അങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ സ്വന്തം പത്നിയെ മടിയിലിരുത്തിയിട്ട് ഉള്ള രൂപം. അത് പിന്നെ ഈ തുടക്കം എന്നുള്ള നിലയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഉദിച്ചു വരുന്ന ഒരു സൂര്യൻ, ആ സൂര്യൻ്റെ തേജസ്സോട് കൂടിയ ആളാണ്. ഉദിച്ചു വരുന്ന സൂര്യൻ എന്ന് പറയുമ്പോൾ നല്ല ചുവപ്പ് നിറമായിരിക്കും. അങ്ങനെ നല്ല ഭംഗിയുള്ളതായിട്ടുള്ള ഒരു രൂപമാണ്. സൃഷ്ടിക്ക് പുറപ്പെടുന്ന ഒരു ഭാവം, ആ ഭാവത്തിലുള്ള
ഒരു ഗണപതിയാണ്. അപ്പോൾ നമ്മളൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു കാവ്യമാണെങ്കിൽ ആ കാവ്യം എഴുതുക, അല്ലെങ്കിൽ ഒരു സംരംഭമാണെങ്കിൽ ആ സംരംഭം തുടങ്ങുക, അതിൻ്റെയൊക്കെ സൃഷ്ടി ചെയ്യുന്നതിന് മുമ്പായിട്ടൊക്കെ ഈ ഗണപതിയെ സ്മരിക്കുന്നത് വളരെ ഗുണമാണെന്ന് പറയാറുണ്ട്. സൃഷ്ടി ഗണപതി, അതാണ് സൃഷ്ടി ഗണപതി എന്ന് പറയുന്ന. അത് രണ്ട് തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് വേറെ തരത്തിലുള്ള ഈ നല്ല വെളുത്ത നിറത്തോട് കൂടിയിട്ടുള്ള ഗണപതിയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് നല്ല മതപ്പാടുള്ള ഒരു ആന, അത്രയും പ്രഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഗണപതിയായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഗണപതിയാണ് രണ്ടാമത്തെ ഗണപതി എന്ന് പറയാം, വായുഭൂതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതി, തരുണ ഗണപതി. തരുണൻ എന്നുള്ള വാക്ക് കൊണ്ട് തന്നെ നമുക്ക് പലതും മനസ്സിലാവും. തരുണൻ യുവാവ് ആയിട്ടുള്ള ഭാവമാണ് തരുണൻ. ആ തരുണ ഗണപതി, ആ 8 കൈകളാണ് തരുണ ഗണപതിക്കുള്ളത്. ആ കൈകളിൽ കയറ്, തോട്ടിയുണ്ട്, അപ്പം ഉണ്ട്, ഈ വിളാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൻ്റെ ഫലം കയ്യിലുണ്ട്, ഞാവൽപ്പഴം കയ്യിലുണ്ട്, അതുപോലെ സ്വന്തം കൊമ്പ് കയ്യിലുണ്ട്, പിന്നെ നെല്ലിൻ്റെ കതിര്, നെൽക്കതിര്, അതുപോലെ കരിമ്പ്, ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. നല്ല അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് നല്ല ശോഭയോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള തരുണ ഗണപതി. ആ ഗണപതിയും ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യത്തിലും അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഗണപതി എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന് അഗ്നിയാണല്ലോ ഉണ്ടായി എന്ന് പറഞ്ഞത്. ആ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതി എന്ന് പറയുന്നത് വീരഗണപതിയാണ്. വീരം രസമാണ്. അഗ്നി പൊതുവെ അങ്ങനെയാണല്ലോ, നമുക്ക് തന്നെ അഗ്നിയുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു പേടിയല്ലേ. അപ്പോൾ ഒരു വീരരസം പ്രധാനമായിട്ടുള്ള ഗണപതിയാണ് വീരഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതേപോലെ തന്നെ വേതാളം കയ്യിലുണ്ട്, ശക്തിവേല്, ശരം, വില്ല്, ചക്രം, വാള്, കുറുവടി, ഒലയ്ക്ക എന്ന് പറഞ്ഞാൽ മുസലം എന്നൊക്കെ പറയും, ഗദ, തോട്ടി, പാമ്പ്, കയറ്, ശൂലം, കുന്തം, മഴു, കൊടി, ഇങ്ങനെ 16 കൈകളിൽ ആയുധങ്ങൾ ഏന്തിയിട്ടുള്ള രൂപമാണ്. നല്ല ചുവപ്പ് നിറത്തിലുള്ള ഗണപതിയാണ് വീരഗണപതി എന്ന് പറയുന്ന ഗണപതി. ആ വീരഗണപതി കഴിഞ്ഞ് പിന്നെ വരുന്ന ഗണപതി ജലഭൂതവുമായിട്ട് ബന്ധപ്പെട്ട ഗണപതിയാണ്. അത് ഭക്ത ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ഗണപതിയാണ്. ഭക്ത ഗണപതി എന്ന് പറഞ്ഞ ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, ഈ ഭക്തന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഗണപതിയാണ്. ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ എപ്പോഴും സാധിച്ചു കൊടുക്കുന്ന ഗണപതിയാണ്. അപ്പോൾ ഭക്തിയോടുകൂടി സമീപിച്ചാൽ വളരെ വേഗത്തിൽ കാര്യം ചെയ്തു തരുന്ന ഗണപതിയാണ്. അപ്പോൾ ഭക്തഗണപതിക്ക് സാധാരണ ഈ പാല്, അപ്പം, പഴം അങ്ങനെയുള്ളതൊക്കെ നിവേദിക്കുക വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ പാല് കുടിക്കുന്ന ഗണപതിയായിട്ട് പറയുന്നുണ്ട്. ഈ മുമ്പ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പിന്നെ ഗണപതി പാല് കുടിച്ചു എന്ന് പല സ്ഥലത്തും ഗണപതിയുടെ വിഗ്രഹം പാല് കുടിച്ചതായിട്ടുള്ള അനുഭവങ്ങൾ പല ദിക്കൊന്നും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ലിറ്റർ കണക്കിന് പാലുകളൊക്കെ ആ വിഗ്രഹത്തിലേക്ക് ആക്കിയ സമയത്ത് അതൊന്നും പുറത്തേക്ക് പോവാതെ ഉള്ളിലേക്ക് തന്നെ ലയിച്ചതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും ഉള്ള സ്ഥലത്തുനിന്ന് ഇതേപോലെ ആ ഗണപതിക്ക് ആ പറഞ്ഞ ദിവസം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പം അതൊക്കെ ഈ ഭക്തഗണപതിയുടെ ഭാവമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഭക്തഗണപതി വളരെ പ്രധാനമായിട്ടുള്ള ഗണപതിയാണ്. പിന്നെയുള്ള ഗണപതിയാണ് ബാലഗണപതി എന്ന പേരുള്ള ഗണപതി. ഈ ബാലഗണപതി എന്ന പേര് കൊണ്ട് തന്നെ ഗണപതിയുടെ പ്രായം നമുക്ക് മനസ്സിലാക്കാം. ബാലനായിട്ടുള്ള ഗണപതിയാണ് ബാലഗണപതി. ഈ ബാലൻ എന്ന് പറഞ്ഞാൽ തന്നെ പോരാ, ഉണ്ടായ ഉടനെയുള്ള കുട്ടിയാണ് ബാല. പ്രസൂതമാത്രോയം, പ്രസവിച്ച ഉടനെയുള്ള കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ആ ബാലഗണപതിയെ പറയുക. ജനിച്ച ഉടനെയുള്ള കുട്ടിയായിട്ട് അമ്മയുടെ മടിയിൽ കിടക്കുന്ന. എന്നാൽ അപ്പോൾ ആ ഒരു ഗണപതിക്കുള്ള പ്രത്യേകത എന്താ? 2 കൊമ്പുണ്ട്. അങ്ങനെയുള്ള ഗണപതി. അപ്പോൾ ആ ഗണപതിക്കൊക്കെ ചില വിശേഷമായിട്ടുള്ള ക്രിയകളൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ശേഷം പറയാം. ഏതായാലും നാളികേരം, മാങ്ങ, ശർക്കര പായസം, കദളിപ്പഴം ഇതൊക്കെ കൈകളിൽ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഗണപതി. പിന്നെ
ബാലഗണപതി ആണെങ്കിൽ പ്രസവിച്ച ഉടനെയുള്ള ബാലഭാവത്തിലാണ് പാർവതീദേവിയുടെ മടിയിൽ കിടക്കുന്ന രൂപത്തിൽ നല്ല ചുവന്ന നിറമാണ്. കാരണം ഉണ്ടായ ഉടനെയുള്ള കുട്ടികൾക്കും അതേ നിറല്ലേ, അതേപോലെ തന്നെ നല്ല ചുവന്ന നിറത്തിലുള്ള ഗണപതി. പിന്നെ 2 കൊമ്പുണ്ട്, ആനയുടെ മുഖം തന്നെയാണ്. പിന്നെ ധാരാളമായിട്ട് രത്നങ്ങൾ ഇതൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു സ്വരൂപമാണ്. ഒരു തുമ്പിക്കൈയിലൊരു പാത്രം ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഗണപതി. പിന്നെ കയറ്, തോട്ടി, പിന്നെ ഒരു കയ്യിൽ വേറൊരു ഉണ്ട്, ഒരു കൽപ്പലത എന്ന് പറഞ്ഞിട്ട് ഒരു വള്ളി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കൽപ്പവൃക്ഷം എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ തന്നെ ലതയാണ്, അതിൻ്റെ വള്ളിയാണ് ഈ കൽപ്പലത എന്ന് പറയുന്നത്. ഈ കൽപ്പലത കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, ഈ കുട്ടികളാണെങ്കിൽ തന്നെ പൊതുവെ കൈ ഇങ്ങനെ ഒരേപോലെ പിടിക്കില്ലല്ലോ, ഇങ്ങനെ 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 ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇളക്കുന്ന സമയത്തൊക്കെ ഈ വള്ളിയിൽ നിന്നും ഇങ്ങനെ രത്നങ്ങൾ താഴേക്ക് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന പറയാം. അപ്പോൾ അതൊക്കെ നമുക്കുള്ള ഓരോ അനുഗ്രഹങ്ങളാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാലഗണപതി, ആ ബാലഗണപതിക്ക് പിന്നെ ചില കാര്യങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് ഉണ്ട്. അത് ഞാൻ സമയമുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. പിന്നെ അതേപോലെ തന്നെ ഈ ഇത്രയും പഞ്ചഭൂതങ്ങളുമായിട്ടുള്ള ഗണപതി പറഞ്ഞു. അങ്ങനെ ഈ പഞ്ചഭൂതങ്ങൾ കൂടിയിട്ടാണ് സാധാരണ ഈ ലോകം, ഈ ജീവൻ ഒക്കെ ഉണ്ടാവുന്നത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്നുള്ള പേര് തന്നെ പറയാൻ കാരണം. പ്രപഞ്ചം, പഞ്ചങ്ങൾ 5 കൂടിച്ചേർന്നിട്ടുള്ള പ്രപഞ്ചീകൃതം, പ്രകർഷേണ പഞ്ചീകൃതം, 5 എണ്ണം കൂടിയത്, അതാണ് പ്രപഞ്ചം. അതുതന്നെയാണ് ഓരോ ശരീരവും പ്രപഞ്ചങ്ങൾ തന്നെയാണ്. ഈ 5 ഭൂതങ്ങൾ കൂടിയിട്ടുള്ളതാണ്. അങ്ങനെ ഓരോ ജീവൻ ഉണ്ടാവുന്നത് പല പല ദിവസങ്ങളിലായിരിക്കും. എല്ലാം ഒരു ദിവസം ആവില്ലല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ നിയമങ്ങൾക്കനുസരിച്ച് 27 നക്ഷത്രങ്ങളുണ്ട്. ആ 27 നക്ഷത്രങ്ങൾ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കുമല്ലോ നമ്മൾ ഓരോരുത്തരും ജനിക്കുക. അപ്പം അങ്ങനെ ഓരോ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 27 ഗണപതിമാരും കൂടെ ഇനി പറയാനുണ്ട്. ഇപ്പം നമ്മൾ 5 ഗണപതിയെ പറഞ്ഞു, ഇനി 27 നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 27 ഗണപതിമാരും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഓരോരോ ഗണപതിമാരെയായിട്ട് നോക്കാം. ആദ്യം തന്നെ അശ്വതി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ദ്വിജഗണപതി എന്നുള്ള പേര്. ദ്വിജൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. സാധാരണ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പേര് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഒരർത്ഥമുള്ളത് പക്ഷികൾ എന്നുള്ള അർത്ഥത്തിൽ പറയും. ദ്വിജ, 2 ജന്മം എന്നുള്ള അർത്ഥത്തിലാണ് ദ്വിജൻ എന്നുള്ള പേര്. 2 ജന്മങ്ങൾ ആർക്കാണോ ഉള്ളത് ആ ആളാണ് ദ്വിജൻ. ഈ 2 ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബ്രാഹ്മണരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ജനിക്കും, അത് കഴിഞ്ഞിട്ട് ഉപനയനം എന്നുള്ള ക്രിയ വരുന്ന സമയത്ത് അത് 2ാമത്തെ ഒരു ജന്മമായിട്ട് പറയും. അങ്ങനെ 2 ജന്മങ്ങൾ. ഈ പക്ഷികൾക്കതെ. പക്ഷികളെങ്ങനെ ആദ്യം മുട്ടയിടും, പിന്നെ ആ മുട്ട വിരിഞ്ഞിട്ട് രൂപം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് പക്ഷികൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനും ഒരു ദ്വിജൻ എന്നുള്ള പേര് പറയാറുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ദ്വിജ ഗണപതി എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ഗണപതിയാണ് ശരിക്കും. ആ ബ്രാഹ്മണന് എന്തൊക്കെയാണോ ഉള്ളത്, ബ്രാഹ്മണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഈ ബ്രഹ്മം എന്നുള്ള ഭാവത്തിലേക്ക് പോകുന്നയാള് എന്നുള്ള അർത്ഥമാണ് ബ്രാഹ്മണൻ എന്നുള്ളത്. ബ്രഹ്മം എന്നുള്ളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ബ്രാഹ്മണൻ. അതാരാണോ അവരൊക്കെ ബ്രാഹ്മണന്മാരാണ്. അപ്പം അങ്ങനെയുള്ള ബ്രാഹ്മണ രൂപം ആർക്കാണോ, ഏത് ഗണപതിക്കാണോ ആ ഒരു ഗണപതിയാണ് ബ്രാഹ്മണ ഗണപതി. അതാണ് ദ്വിജഗണപതി. അപ്പോൾ 4 കൈകൾ, 4 കൈകളിലെ ബ്രാഹ്മണർക്ക് വേണ്ടത് എന്താണ്? അറിവ് വേണം. അപ്പം അതിന് പുസ്തകം, ജപം വേണം, മന്ത്രങ്ങൾ ജപിക്കണം. അപ്പം രുദ്രാക്ഷമാല, അതുപോലെ ജപിക്കാൻ സാധാരണ ഒരു ദണ്ടുണ്ടാവും. അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ വെക്കാനുള്ള ഒരു ദണ്ടുണ്ടാവും. ആ ദണ്ട്, കമണ്ടലു, ഇതൊക്കെ ധരിച്ചിട്ടുള്ള ഗണപതിയാണ്. പിന്നെ ആ അത്യാവശ്യം വിശേഷമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗണപതിമാരിൽ ഓരോ ഗണപതിക്കും ഓരോ നിറമാണ്. എല്ലാ ഗണപതിയും ചുവപ്പ് നിറമൊന്നുമല്ല, പല പല നിറങ്ങളിലുള്ള ഗണപതിമാരുണ്ട്. അപ്പം ഇതിൽ ഈ ദ്വിജഗണപതി എന്ന് പറഞ്ഞാൽ വെളുത്ത നിറത്തിലുള്ള ഗണപതിയാണ്. പിന്നെ 4 മുഖങ്ങളുണ്ട്. ആ 4 മുഖത്തും
ആനയുടേതായിട്ടുള്ള 4 മുഖങ്ങൾ ഉള്ള ഗണപതി. അപ്പോൾ ഇങ്ങനെയുള്ള ഗണപതിയെ പിന്നെ സ്മരിക്കുന്നതൊക്കെ വളരെ ഗുണമാണ് എന്ന് പറയും. അപ്പോൾ ഈ അശ്വതി എന്നുള്ള നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട ഗണപതി ആയതുകൊണ്ട് തന്നെ ആ നക്ഷത്രക്കാർക്കും ആ ഗണപതിയുടെ പേര് ഓർമ്മിച്ച് വയ്ക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, പിന്നെ ഓരോ നക്ഷത്രക്കാരും അവരവരുടെ വൃക്ഷങ്ങൾ, നക്ഷത്ര വൃക്ഷങ്ങൾ, അതുപോലെ പക്ഷികൾ, മൃഗങ്ങൾ, ഇതൊക്കെ ഓർമ്മിക്കണമെന്ന് പറയാറുണ്ട്. അതുപോലെ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു വരമാണ് ശരിക്കും ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിനൊരു ഗണപതിയെ കിട്ടുകയാണ്. അപ്പം നക്ഷത്ര ഗണപതിയായിട്ടും ഈ ദ്വിജഗണപതി അശ്വതി നക്ഷത്രത്തിൻ്റെ ആയിട്ട് വരും ദ്വിജഗണപതി എന്നുള്ള ഗണപതി. അതേപോലെ ഭരണി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു ഗണപതി ഉണ്ട്. അതാണ് സിദ്ധി ഗണപതി എന്നുള്ള ഗണപതി. സിദ്ധി ഗണപതി എന്ന് പറഞ്ഞാൽ 4 കൈകളിലൊക്കെ, ഒരു കൈകളിൽ പഴുത്ത മാങ്ങ, വേറൊരു കയ്യിൽ പൂങ്കുല, അതുപോലെ കരിമ്പ്, എള്ളുണ്ട, ഇങ്ങനെ 4 കൈകളിൽ ധരിച്ചിട്ടുള്ള ഗണപതിയാണ്. പിന്നെ മഴു ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഐശ്വര്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ഗണപതിയാണ്. ഈ സ്വർണ്ണ നിറം, പിങ്കള നിറം, അതേപോലെയൊക്കെയുള്ള ഒരു ഇങ്ങനെ മാറി മാറി വരുന്ന നിറത്തോട് കൂടിയിട്ടുള്ള ഗണപതിയാണ്. അപ്പം അങ്ങനെ ഒരു പിങ്കല വർണ്ണമായിട്ടുള്ള ഒരു ഗണപതി എന്ന് വേണമെങ്കിൽ പറയാം. കപില നിറം, പിങ്കല നിറം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള സിദ്ധി ഗണപതി, അതാണ് ഭരണി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതി എന്ന് പറയുന്നത്. പിന്നെ കാർത്തിക നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ് ഉച്ഛിഷ്ട ഗണപതി എന്നുള്ള ഗണപതി. അപ്പോൾ ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുമ്പോൾ പിന്നെ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ തന്നെ ശോഭയുള്ളതാണ്. കൈകൾ തന്നെ ഒരു താമരയാണ്. അപ്പം അങ്ങനെയുള്ള കയ്യിൽ കയറ്, തോട്ടി, അഭയം, വരദം ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. കൈകളിൽ പിടിച്ചിട്ടുണ്ട്. ചുവന്ന വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. അതേപോലെ ദുഃഖങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഗണപതിയാണ്. ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടാക്കും. നല്ല സന്തോഷത്തോട് കൂടിയിട്ടുള്ള ആളാണ് ഗണപതി. അപ്പം അതുകൊണ്ട് തന്നെ അടുത്തു പോകുന്നവർക്കും സന്തോഷം കൊടുക്കും. നമ്മൾ സാധാരണ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ, ഇപ്പോൾ ദുഃഖത്തോടു കൂടിയിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ വളരെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സാമാന്യ നിലയ്ക്ക് ആ വരുന്നയാളുടെ വിഷമം ഒരു പകുതി കുറയുന്ന പറയാം. പക്ഷെ നേരെ തിരിച്ചുണ്ടാവുന്നതും അനുഭവം ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ദേഷ്യത്തോടു കൂടി വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള അതല്ല ഉദ്ദേശം. നമ്മളുടെ പരിപൂർണമായ സന്തോഷം അത് മറ്റുള്ളവരിലേക്കും കൂടി കൊടുക്കാൻ കഴിയുന്ന അത്രയും ഒരു പരിഹാസച്ചിരി അല്ലാത്ത ചിരിയാണ്. അപ്പോൾ അവിടെ ആ ഭഗവാന്മാരുടെയൊക്കെ ഹാസം, ചിരി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചിരിയാണ്. ആ അവിടെയൊന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു ഭാവത്തിലിരിക്കുന്ന ഗണപതി. അതുപോലെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ആവാൻ സാധിക്കണം. അതൊക്കെയാണ് നമ്മൾ ഈ അർത്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ഗണപതി, അതാണ് ഉച്ഛിഷ്ട ഗണപതി എന്നുള്ള ഗണപതി. പിന്നെ രോഹിണി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗണപതിയുണ്ട്. അത് വിഘ്ന ഗണപതി എന്നുള്ള ഗണപതിയാണ്. ഈ വിഘ്നം എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സം എന്ന അർത്ഥം പറയും. അപ്പോൾ വിഘ്നൻ എന്ന് പറഞ്ഞാൽ ഈ തടസ്സങ്ങൾ ഇല്ലാണ്ടാക്കുന്നതാണ്. ഈ വിഘ്നം എന്നുള്ളത് ഗണപതിയുടെ പേര് ആണെങ്കിൽ തന്നെ തടസ്സം എന്നുള്ള അർത്ഥത്തിലല്ല, അവിടെ തടസ്സങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന ഭാവത്തിലുള്ള എന്നുള്ള അർത്ഥത്തിലുള്ള വിഘ്നൻ എന്നുള്ള ഗണപതിയാണ്. അപ്പോൾ പിന്നെ 4 കൈകളാണ്. പാശം, അങ്കുശം, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കൽപ്പവള്ളി അതുണ്ട്. അതേപോലെ തൻ്റെ കൊമ്പുണ്ട്. അതേപോലെ അമൃതകലശമുണ്ട്. ഇതൊക്കെ കയ്യിൽ പിടിച്ചിട്ടുള്ള ചുവപ്പ് നിറത്തോടുകൂടി 3 കണ്ണാണ് പൊതുവെ എല്ലാ ഗണപതിമാർക്കും ഉണ്ടാവുക. പിന്നെ ചന്ദ്രക്കല ഉണ്ട്. പിന്നെ ധാരാളം ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. ആനയുടെ മുഖമായിട്ടുള്ള ഗണപതി. ആ ഗണപതിയും നമ്മുടെ ഒക്കെ രക്ഷിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ പിന്നെയുള്ളത് ക്ഷിപ്രഗണപതി എന്നുള്ള ഗണപതിയാണ്. ഈ ക്ഷിപ്രഗണപതി നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഗുണമുണ്ടാക്കി തരുന്ന ഗണപതിയാണ്.
വളരെ പെട്ടെന്നാണ് ഫലം. അപ്പം അതിനനുസരിച്ച് നമ്മളുടെ മനസ്സും പാകപ്പെടുത്തി എടുത്തിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്നുള്ളതാണ് വേഗത്തിൽ എന്നുള്ളത്. ഇപ്പോൾ മുമ്പ് പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്. ഒരു ഗുരു ശിഷ്യന് ജപിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ജപിച്ചോളാൻ പറഞ്ഞു. അപ്പം കുറേ ജപിച്ചിട്ടും ആ ശിഷ്യന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ദൈവത്തിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ദൈവത്തിനെ മനസ്സിൽ പതിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ പോരാ, നല്ലോണം പ്രാർത്ഥിക്കുകയാണെങ്കിൽ കിട്ടും, നിർബന്ധമായിട്ട് കിട്ടും എന്ന് പറഞ്ഞു. കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം എന്ത് ചെയ്തു, ആ ഗുരുവും ശിഷ്യനും കൂടി കുളിക്കാൻ പോയ സമയത്ത് ഗുരു എന്ത് ചെയ്തു, ആ ശിഷ്യനെ വെള്ളത്തിൽ ആഴ്ത്തി അങ്ങോട്ട് പിടിച്ചു കുറച്ച് സമയം. എന്നിട്ട് അങ്ങോട്ട് വിട്ടു. വേഗം പുറത്തേക്ക് വന്നപ്പോൾ ചോദിച്ചു, എന്താ തോന്നിയത് എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് ശ്വാസം കിട്ടിയാൽ മതി, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ചാടിയാൽ മതി എന്നാണ് തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ തോന്നിയതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾ ദൈവത്തിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? അത്രയും ആഗ്രഹത്തോടു കൂടി എപ്പോഴെങ്കിലും ദൈവത്തിനെ മനസ്സിൽ പതിയണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതിനുള്ള ശ്രമം തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഭജിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതാണ് ക്ഷിപ്രഗണപതി എന്നുള്ള ഗണപതി. അങ്ങനെയുള്ള ക്ഷിപ്രഗണപതി എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പറയാണ്. അതേപോലെ പിന്നെ തിരുവാതിര, അത് മകയിര നക്ഷത്രമായിട്ടാണ് ക്ഷിപ്രഗണപതി വരിക. പിന്നെ തിരുവാതിര നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹേരംബ ഗണപതി എന്നുള്ള ഗണപതി, ആ ഗണപതിക്ക് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അഭയം, വരദം, പാശം, പല്ല്, അതായത് കൊമ്പ്, രുദ്രാക്ഷമാല, തോട്ടി, മഴു, ഒലയ്ക്ക, മോദകം, പിന്നെ ഒരു ഫലം, ഇതൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ പൊതുവേ എല്ലാ ഗണപതിമാർക്കും ഇങ്ങനെ മാറി മാറി വരുന്നു മാത്രമേ ഉള്ളൂ. ഈ ഗണപതിയുടെ പ്രത്യേകത സിംഹത്തിൻ്റെ മുഖമാണ്. സാധാരണ ഒക്കെ ആനയുടെ മുഖമാണല്ലോ. ഈ പറഞ്ഞ ഹേരംബ ഗണപതിക്ക് സിംഹത്തിൻ്റെ മുഖമാണ്. സിംഹത്തിൻ്റെ മുഖം, 5 മുഖങ്ങളുണ്ട്. 5 മുഖവും സിംഹത്തിൻ്റെ പോലെയുള്ള പഞ്ചമുഖ ഗണപതിയായിട്ട് വരുന്ന ഗണപതിയാണ്. അപ്പോൾ സിംഹമുഖം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ ആ പരാക്രമം നമുക്ക് മനസ്സിലാവും. സിംഹപരാക്രമം എന്നൊക്കെ നമുക്കറിയാം. ആ സിംഹം എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കാട്ടിലെ രാജാവാണ് സിംഹം. രാജാവ് എന്താ ചെയ്യുക? പ്രജകളെയൊക്കെ വേണ്ടതുപോലെ പാലിക്കും. അതേപോലെ തന്നെയാണ് ഈ ഹേരംബ ഗണപതിയും തൻ്റെ ഭക്തന്മാരെയൊക്കെ വേണ്ടതുപോലെ പാലിക്കുന്നയാളാണ്. അതാണ് ഹേരംബ ഗണപതി. നല്ല വെളുത്ത നിറാണ് ഹേരംബ ഗണപതിക്ക്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, ഇവിടെ ലക്ഷ്മി ഗണപതിയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത ഗണപതി ലക്ഷ്മി ഗണപതിയാണ്. ലക്ഷ്മി ഗണപതി എന്ന് പറഞ്ഞാൽ പുണർദം എന്നുള്ള നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ്. അപ്പോൾ ഇവിടുത്തെ ഭക്തന്മാർക്കൊക്കെ മനസ്സിലാക്കണം ഈ ലക്ഷ്മി ഗണപതിയെ പറ്റിയിട്ട്. ലക്ഷ്മി ഗണപതി എന്നുള്ള ഭാവം. ഇപ്പോൾ ലക്ഷ്മി ഗണപതി 2 തരത്തിൽ ഉള്ള ധ്യാനത്തോടു കൂടി പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഇവിടെയുള്ളത് നമ്മുടെ തൊട്ട് നമുക്ക് വളരെ അടുത്തായിട്ട് ഭജിക്കാൻ കിട്ടിയ ഒരു ഗണപതിയാണ് ലക്ഷ്മി ഗണപതി. ആ ലക്ഷ്മി ഗണപതി എന്നുള്ള പേര് കൊണ്ട് തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ് അർത്ഥം. അപ്പോൾ ഐശ്വര്യത്തെ ദാനം ചെയ്യുന്ന ഗണപതി, അതാണ് ലക്ഷ്മി ഗണപതി. അപ്പോൾ അവിടെ ആയുധങ്ങൾ കൈകളിലൊക്കെ പലതുണ്ട്. ഗദ, വിത്തുകൾ. ഈ വിത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ആ വിത്ത് വിതച്ചാലാണല്ലോ പലതും ഉണ്ടാവുക, ഐശ്വര്യമൊക്കെ ഉണ്ടാവുക. പിന്നെ അതൊക്കെ നിറച്ചിട്ടുള്ള പാത്രം, വില്ല്, ത്രിശൂലം, ചക്രം, താമര, പിന്നെ വേറൊരു പൂവ്, അതേപോലെ കയറ്, ധാന്യം, പിന്നെ കൊമ്പ്, അതേപോലെ ഒരു പാത്രം, തുമ്പിക്കൈയിൽ വേറൊരു പാത്രമുണ്ട്. പിന്നെ താമര കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ താമര കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു ദേവി മടിയിലുണ്ട്. അത് സ്വന്തം പത്നിയാണ്. ആ പത്നിയായിട്ടുള്ള ദേവി മടിയിലിരുത്തിക്കൊണ്ടുള്ള ഒരു ഗണപതി. ഈ 2 ഗണപതി, ഇവിടുത്തെ ഗണപതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും മടിയിലിരുത്തിയിട്ടുള്ള ഗണപതി. എന്നിട്ട് ആ ഗണപതിയെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആലിംഗനം ചെയ്ത പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ മുഖം ഗണപതിയുടെ മുഖം തന്നെയാണ് ഗണപതിക്ക്.
പിന്നെ മൂർധാവിൽ ചന്ദ്രനുണ്ട്, 3 കണ്ണുണ്ട്. പിന്നെ എന്താ പ്രത്യേകത? ഈ ലോകത്തിനെ തന്നെ മോഹിപ്പിക്കാൻ തരത്തിലുള്ള അത്രയും ഭംഗിയുള്ള ഒരു ഗണപതിയാണ്. നല്ല ചുവപ്പ് നിറത്തോടു കൂടിയ ഗണപതി. അതേപോലെ ഞാൻ പറഞ്ഞു ലക്ഷ്മി ഗണപതി തന്നെ വേറൊരു ഭാവത്തിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഗണപതി എങ്ങനെയാണ്? ഈ കയ്യിൽ ഒരു തത്തയുണ്ടാവും, തത്തയുണ്ട്. അതുപോലെ പിന്നെ വിത്തുകൾ നിറച്ചിട്ടുള്ള ഒരു പാത്രം, മാണിക്യം നിറച്ചിട്ടുള്ള ഒരു പാത്രം, തോട്ടി, കയറ്, കൽപ്പവള്ളി, പിന്നെ വിശേഷമായിട്ട് തിളങ്ങുന്ന ഒരു വാള്. അതേപോലെ അമൃതകലശം, അമൃതകലശം അങ്ങനെ നിറഞ്ഞിട്ട് ഒഴുകുകയാണ്, അമൃതം അങ്ങനെ ഒഴുകുകയാണ് അതിൻ്റെ അകത്തുനിന്ന്. അങ്ങനെയൊക്കെയുള്ള നിറഞ്ഞൊഴുകുന്ന അമൃതോട് കൂടിയിട്ടുള്ള ഒരു പാത്രം. പിന്നെ ഒരു 2 ദേവിമാരുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഭാവത്തിൽ ഒരു ദേവിയാണ്, ഇവിടെ 2 ദേവിമാരുള്ളതായിട്ടുള്ള 2 പത്നിമാർ ഉള്ളതായിട്ടുള്ള ഒരു ഭാവമുണ്ട് ലക്ഷ്മി ഗണപതിക്ക്. ആ 2 ദേവിമാരുടെ കൈകളിലും ആ ദേവിമാരുടെ നിറം പച്ച നിറമാണ്. ആ ദേവിമാരുടെ കയ്യിൽ താമരയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗണപതി, ആ വെളുത്ത നിറത്തിലുള്ള ഗണപതിയാണ്. ഈ ഗണപതി പറഞ്ഞ പോലെ തന്നെ ഭക്തന്മാരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നതാണ്. ആ ഗണപതിയെയും ഇവിടെ തന്നെ ആയിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും നല്ലവണ്ണം പ്രാർത്ഥിക്കാം. ആ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഗണപതിയാണ് ലക്ഷ്മി ഗണപതി എന്നുള്ള ഗണപതി. ഈ നക്ഷത്രപ്രധാനമായിട്ട് പറയുമ്പോൾ പുണർതം നക്ഷത്രമാണ്. ഈ നക്ഷത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ആ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട ഗണപതി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏത് നക്ഷത്രക്കാർക്കും ഈ ഏത് ഗണപതിമാരെയും ഭജിക്കാൻ സാധിക്കും എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ പൂയ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ് മഹാഗണപതി എന്നുള്ള ഗണപതി. മഹാഗണപതി എന്ന് പറയുമ്പോൾ പിന്നെ ഗജേന്ദ്രൻ ആണ്, മൂർധാവിൽ ചന്ദ്രക്കല ഇങ്ങനെയൊക്കെയുള്ള ധരിച്ചിട്ടുള്ള ഗണപതി. നല്ല ചുവപ്പ് നിറം, 3 കണ്ണ്, താമരയുണ്ട്, പത്നി മടിയിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മഹാഗണപതിയെ ധരിക്കുക. ആ ഗണപതിയും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല സ്ഥലത്തും മഹാഗണപതി ഹോമം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നുണ്ട്. ആ മഹാഗണപതിയായിട്ടുള്ള സങ്കല്പം ഏത് ഗണപതിമാരും മഹാഗണപതിമാർ തന്നെയാണ്, എന്നാലും മഹാഗണപതി എന്നുള്ള ഭാവത്തിലുള്ള ഒരു ഗണപതി, അതാണ് മഹാഗണപതി എന്ന് പറഞ്ഞ ആ ഗണപതി. അത് പൂയ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ്. അതേപോലെ ആയില്യ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗണപതിയാണ് വിജയ ഗണപതി എന്നുള്ള ഗണപതി. വിജയ ഗണപതി, ഈ വിജയ ഗണപതിയുടെ കയ്യിൽ കയറ്, തോട്ടി, അതേപോലെ കൊമ്പ്, മാങ്ങ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എലിയാണ് വാഹനം. അത് പല ഗണപതിമാർക്കും എലി തന്നെയാണ് വാഹനം, അതല്ലാത്തതുണ്ട്, അത് പറയാം. ചുവപ്പ് നിറം ആയിട്ടുള്ള വിജയ ഗണപതി, അതാണ് ആയില്യ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിജയ ഗണപതി. പിന്നെ ഒരു ഗണപതി നൃത്ത ഗണപതി എന്ന് പറഞ്ഞൊരു ഗണപതിയുണ്ട്. നൃത്തഗണപതി, നൃത്തഗണപതി എന്നുള്ള പേര് കൊണ്ട് തന്നെ ആ നൃത്തം ചെയ്യുന്ന ഭാവത്തിലുള്ള ഗണപതിയാണ്. അപ്പോൾ നൃത്തഗണപതി എന്ന് പറയുമ്പോൾ കലാകാരന്മാർക്കൊക്കെ ഭജിക്കാൻ പറ്റിയ ഗണപതിയാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഗണപതി ഒരു കലാവിഷയം മാത്രമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കരുതണ്ട. നമ്മുടെ എതിരായിട്ട് വരുന്ന പലതിനെയും ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഗണപതിയും കൂടിയാണ്. മറ്റുള്ള ദേവന്മാരെ പോലും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഗണപതിയാണെന്ന് പറയാറുണ്ട്. ത്രിമൂർത്തികളെ പോലും മോഹിപ്പിക്കുന്ന ഗണപതിയാണെന്ന് പറയാറുണ്ട്. അവരുടെയൊക്കെ പലതിനെയും നിഷ്പ്രഭമാക്കുന്ന ഗണപതിയാണെന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള നർത്തന ഗണപതി, അതായത് നൃത്ത ഗണപതി എന്നൊക്കെ പറയുന്ന ഗണപതി, ഇത് മകം നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ്. പിന്നെയുള്ളത് പൂര നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഊർധ്വ ഗണപതി എന്നുള്ള ഗണപതി. ഊർധ്വ ഗണപതി എന്ന് പറയുമ്പോൾ ഒരു തരം പുഷ്പം കയ്യിലുണ്ട്. ആ കൽഹാരം എന്നൊക്കെ വിളിക്കുന്ന ഒരു പൂവുണ്ട്. അപ്പോൾ താമരയാണോ എന്ന് ചോദിച്ചാൽ താമരയല്ല, ഒരു ആമ്പലാണെന്ന് പറയാം കൽഹാരം. പിന്നെ കയ്യിൽ നെൽക്കതിര്, താമര, കരിമ്പ് കൊണ്ടുള്ള വില്ല്, അമ്പ്, പിന്നെ പല്ല്, ഗദ, ഇതൊക്കെ കയ്യിൽ ഉണ്ട്. സ്വർണ്ണ നിറത്തിലാണ് ഉള്ളത്. താമരമൊട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ പച്ച നിറത്തിലുള്ള ഒരു ദേവിയെ ആലിംഗനം ചെയ്തുകൊണ്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഊർധ്വഗണപതി എന്ന് പറയുമ്പോൾ പൂര നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഊർധ്വഗണപതി.
അത് കഴിഞ്ഞ് പിന്നെ ഏകാക്ഷര ഗണപതി എന്നുള്ള ഗണപതി. ഏകാക്ഷര ഗണപതിക്ക് വേറൊരു പേര് പറയും, ബീജഗണപതി എന്നൊരു പേരും കൂടി പറയും. ഒരക്ഷരം മാത്രമാണ് മൂലമന്ത്രത്തിനുള്ളത്, അതുകൊണ്ടാണ് ഏകാക്ഷര ഗണപതി എന്ന് പേര് പറയാം. അപ്പം ഈ ബീജഗണപതി മൂലഗണപതി എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ബീജം ആയിട്ടുള്ള ഗണപതിയാണ്. ബീജം എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത്. അവിടെ നിന്നാണ് പലതും തുടങ്ങുക. അപ്പം അങ്ങനെയുള്ള ബീജഗണപതി അതൊക്കെ നല്ല ചുവപ്പ് നിറത്തോട് കൂടിയിട്ടുള്ളതും, പിന്നെ ശരീരം മുഴുവൻ പലതരത്തിലുള്ള ഈ പിന്നെ പറയാറുണ്ടല്ലോ, പിന്നെ അംഗരാഗങ്ങൾ എന്നൊക്കെ പറയും, കുറിക്കൂട്ടുകൾ അതൊക്കെ അണിഞ്ഞിട്ടുള്ള രൂപത്തിൽ, ചുവന്ന നിറത്തിൽ, ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുള്ള, ചുവന്ന പൂ പിടിച്ചിട്ടുള്ള, വലിയ വയറുള്ള, ചന്ദ്രക്കലയൊക്കെ ഉള്ളതായിട്ടുള്ള ഗണപതി. ആ ഗണപതിയും നമുക്കൊക്കെ ഐശ്വര്യം തരാനായിട്ട് ഭവിക്കട്ടെ എന്നാണ് ഊർധ്വ ഗണപതി, ഏകാക്ഷര ഗണപതി. പിന്നെ ഉത്രം നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ വരഗണപതി അല്ലെങ്കിൽ വരദ ഗണപതി എന്ന പേരുള്ള ഗണപതി, അത് അക്ത നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഗണപതിയാണ്. അത് ചുവപ്പ് നിറത്തോട് കൂടിയിട്ടുള്ള ഗണപതിയാണ്. ആനയുടെ മുഖം, കയ്യിൽ ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ ഉണ്ട്, കയറ്, തോട്ടി, പിന്നെ മധു നിറച്ചിട്ടുള്ള പാത്രം. അത് ഈ പാത്രം എന്ന് പറയുന്നുണ്ട്, ചിലത് മധു നിറച്ചിട്ടുള്ള പിന്നെ തലയോട്ടി എന്നും പറയുന്നുണ്ട്. ഏതായിട്ടും നല്ലൊരു ചന്ദ്രക്കല മൗലിയിലുണ്ട്, ശിരസിലുണ്ട്. പിന്നെ കയ്യിൽ ഒരു കൊടി പിടിച്ചിട്ട് വളരെ ഉല്ലാസത്തോടുകൂടി ഇരിക്കുന്ന താമര ധരിച്ച ഒരു പത്നി. ആ പത്നിയെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഗണപതി, വരഗണപതി. ഈ വരഗണപതി വരദഗണപതി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ വരത്തെ ദാനം ചെയ്യുന്ന എന്നൊരർത്ഥം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതിനെ വരത്തെ, വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നൊരർത്ഥമുണ്ട്. നമുക്ക് ആഗ്രഹമുള്ളത് അതാണ് ശ്രേഷ്ഠം, ശ്രേഷ്ഠമായിട്ടുള്ളതാണ് നമ്മുടെ ആഗ്രഹമായിട്ട് വരേണ്ടത്. അപ്പോൾ അതിനെ ദാനം ചെയ്യുന്ന ആ ഗണപതിയാണ് വരദ ഗണപതി. പിന്നെ ചിത്തിര നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ത്രക്ഷര ഗണപതി, 3 അക്ഷരമാണ്, അതുകൊണ്ട് ത്രക്ഷര ഗണപതി എന്നുള്ള പേര്. പിന്നെ ആനയുടെ മുഖം, പിന്നെ ഈ ചാമരം, വിശറിയില്ലേ, ആ വിശറിയെ അതേപോലെയുള്ള ചെവികളോട് കൂടിയിട്ടുള്ള ആളാണ്. സ്വർണ്ണ നിറത്തോട് കൂടിയിട്ടുള്ള, പിന്നെ 4 കൈകൾ, കയറ്, തോട്ടി, അഭയവരതങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള, സ്വന്തം കൊമ്പ് പിടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ തരത്തിൽ കയ്യിൽ മാങ്ങ പിടിച്ചിട്ടും തുമ്പിക്കൈയിലും മോദകം പിടിച്ചിട്ടുമായിട്ടൊക്കെ ഉള്ള ത്രക്ഷര ഗണപതിയെ നമുക്ക് പല സ്ഥലത്തും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ത്രക്ഷര ഗണപതി. പിന്നെ ചോദ്യ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ഷിപ്രപ്രസാദ ഗണപതി എന്നുള്ള ഒരു ഗണപതിയുണ്ട്. ക്ഷിപ്രപ്രസാദ ഗണപതി എന്നുള്ള പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ക്ഷിപ്രം പ്രസാദിക്കുന്ന ഗണപതിയാണ്. വളരെ പെട്ടെന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു ക്ഷിപ്ര ഗണപതി, അതേപോലെ തന്നെ ക്ഷിപ്രപ്രസാദ ഗണപതി. ഇതേപോലെ തന്നെയാണ് കയ്യിൽ പാശം, അങ്കുശം, കൽപ്പലത ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. അമൃത കലശമുണ്ട്, 3 കണ്ണ്, നല്ല ഭംഗിയുള്ള ധാരാളം ആഭരണങ്ങളൊക്കെ ധരിച്ച വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഭാവത്തിൽ, പ്രഭാവിയായിട്ടുള്ള രൂപത്തിലുള്ള ഗണപതിയാണ് ക്ഷിപ്ര ഗണപതി എന്നൊക്കെ പറയാം, ക്ഷിപ്രപ്രസാദ ഗണപതി. പിന്നെ ഹരിദ്രാ ഗണപതി എന്നുള്ള ഗണപതി, അത് വിശാഖ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ്. ഈ ഹരിദ്രാ ഗണപതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞൾ എന്നാണ് അർത്ഥം. മഞ്ഞൾ സാധാരണ രാത്രി ഗണപതി എന്നും ഒരു പേരുണ്ട്. ഈ വിശാഖ നക്ഷത്രവും പൊതുവെ ഈ രാത്രി നക്ഷത്രമായിട്ട് തന്നെ പറയും, രാക്ഷസ നക്ഷത്രമായിട്ടൊക്കെ പറയും. പക്ഷെ നല്ല സംഗതിയാണ്. ഈ രാത്രി എന്നുള്ള പേര് വരുന്ന ഒരു സാധനമാണ് മഞ്ഞൾ. അതുകൊണ്ട് തന്നെയാണ് ഹരിദ്രാ ഗണപതി. ആ നിറവും അതുപോലെ തന്നെയാണ്, ഹരിദ്രാ നിറാണ്, മഞ്ഞളിൻ്റെ നിറാണ്. ഈ മഞ്ഞൾ കൊണ്ടുള്ള ഒരു രൂപം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയുള്ള ഗണപതിയാണ്. കയറ്, തോട്ടി, മോദകം, ഒരു കൊമ്പ് ഇതൊക്കെ ധരിച്ചിട്ടുള്ള സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഗണപതിയാണ്. നല്ല മഞ്ഞ നിറം, 3 കണ്ണ്, പിന്നെ മഞ്ഞ വസ്ത്രം, മഞ്ഞ നിറാണ്, മഞ്ഞ വസ്ത്രമാണ്. അങ്ങനെയൊക്കെയുള്ള രാത്രി ഗണപതി എന്നൊക്കെ പറഞ്ഞ ഹരിദ്രാ ഗണപതി, അത് വിശാഖ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ്. പിന്നെ അനിഴം നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ് ഏകദന്ത ഗണപതി എന്നുള്ള ഗണപതി. ഏകദന്ത
ഒറ്റക്കൊമ്പാണ്. പക്ഷേ ഒറ്റക്കൊമ്പുള്ള ഗണപതിമാർ പല ഗണപതിമാരുണ്ട്. പക്ഷേ ഒറ്റക്കൊമ്പൻ ആയിട്ടുള്ള എന്ന് അറിയപ്പെടുന്ന ഗണപതിയാണ് ഈ ഗണപതി. അത് ചിലപ്പോൾ ആ ഒറ്റക്കൊമ്പ് നഷ്ടപ്പെട്ട അതേ ഭാവത്തിലുള്ള ആ ഒരു ഗണപതി ആയിരിക്കാം. ഏകദന്ത ഗണപതി എന്നുള്ള ഗണപതി വലിയ രൂപമാണ്, വലിയ വയറ്, കറുത്ത നിറമാണ്. പല നിറങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽ കറുത്ത നിറത്തിലുള്ള ഗണപതിയാണ് ഈ ഗണപതി. കൈകളിൽ മഴു, രുദ്രാക്ഷമാല ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. പിന്നെ ലഡ്ഡുകം എന്നൊക്കെ പറഞ്ഞ അതേപോലെ സ്വന്തം കൊമ്പ് ഇതൊക്കെ ആയിട്ടുള്ള ഏകദന്ത ഗണപതി. ഏകദന്ത ഗണപതി അനിഴം നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ തൃക്കേട്ട നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗണപതിയാണ് സൃഷ്ടി ഗണപതി എന്നുള്ള ഗണപതി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതി. അതേപോലെ തന്നെ സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഗണപതിയാണ്. പിന്നെ വാഹനം എലി തന്നെയാണ്. കയ്യിൽ കയറ്, തോട്ടി, കൊമ്പ്, പഴുത്ത മാങ്ങ ഇതൊക്കെ ധരിച്ചിട്ടുള്ള ഗണപതി. നമ്മുടെയൊക്കെ വിഘ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്ന ഗണപതി. പിന്നെ മൂലം നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ് ഉദ്ദണ്ഡ ഗണപതി എന്നുള്ള ഗണപതി. ഉദ്ദണ്ഡ ഗണപതി കുറച്ച് ഗംഭീരമായിട്ടുള്ള ഗണപതി തന്നെയാണ്. 10 കൈകൾ, 10 കൈകളിലായിട്ട് കൽഹാരം എന്ന പൂവ്, അതേപോലെ ബീജം നിറച്ചിട്ടുള്ള പാത്രം, ഗദ, കൊമ്പ്, ഗദ എന്ന് പറഞ്ഞാൽ ഗദ തന്നെ, പിന്നെ കൊമ്പ് അല്ലെങ്കിൽ പല്ല് ഇതൊക്കെ തന്നെ, കരിമ്പിൻ്റെ വില്ല്, താമരപ്പൂവ്, രത്നകുംഭം, ധാന്യങ്ങൾ നിറച്ചിട്ടുള്ള പാത്രം, കയറ്, തോട്ടി ഇതൊക്കെ നല്ല വെളുത്ത നിറത്തിലുള്ള രൂപത്തിൽ, നല്ല വെളുത്ത രൂപമാണ്, നല്ല ഭംഗിയുള്ള രൂപമാണ്. അതേപോലെ തന്നെ ഒരു പത്നിയുണ്ട്. പത്നി താമരപ്പൂവ് കയ്യിൽ പിടിച്ചിട്ടുള്ള നിറത്തിൽ, പത്നിയെ ആലിംഗനം ചെയ്തുകൊണ്ട് പിടിച്ചിട്ടുള്ള ചുവപ്പ് നിറത്തോട് കൂടിയിട്ടുള്ള ഉദ്ദണ്ഡ ഗണപതി. അതും എല്ലാവർക്കും ശുഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗണപതിയാണ്. പിന്നെ പൂരാട നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു ഗണപതിയാണ് ഋണമോചന ഗണപതി എന്ന് പറഞ്ഞ ഗണപതി. ഋണമോചനം, ഋണം എന്ന് പറഞ്ഞാൽ കടം എന്നുള്ള അർത്ഥമാണ്. ഋണത്തെ മോചിപ്പിക്കുന്ന ഗണപതി, അതാണ് ഋണമോചന ഗണപതി. കടത്തെ ഇല്ലാണ്ടാക്കുന്ന ഗണപതി. ഈ കടം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്കൊരാളൊരു 50 രൂപ തരാനുണ്ട്, ആ കടം വീട്ടുന്ന ഗണപതി അല്ല ഗണപതി, ഈ പറഞ്ഞ ഋണമോചന ഗണപതി. നമുക്ക് ആത്യന്തികമായിട്ട് നിലനിൽക്കുന്ന ചില കടങ്ങളുണ്ട്. നമ്മുടെ ഋഷിമാരോട്, നമ്മുടെ പിതൃക്കളോട്, ദൈവങ്ങളോട്, ഋഷിമാരോടൊക്കെ അങ്ങനെയുള്ള ചില കടങ്ങളുണ്ട്. ഋഷി, പിതൃ, ഋഷി ഋണം, പിതൃ ഋണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദേവ ഋണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഋണങ്ങളുണ്ട്. അത് വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള കടങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുകയാണ് പ്രധാനം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഋണമോചനം ചെയ്യുന്നതായിട്ടുള്ള ഗണപതിയാണ്. അപ്പം നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുന്ന ഇതേപോലെയുള്ള കടങ്ങൾ വരുന്ന സമയത്തും ഈ ഗണപതിയെ നമുക്ക് ധ്യാനിക്കാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗുണം ഉണ്ടാക്കുക തന്നെയുള്ളൂ. അപ്പം 4 കൈകൾ, കയറ്, തോട്ടി, ദന്തം, ഞാവൽപ്പഴം ഇതൊക്കെയാണ്. പിന്നെ നല്ല സ്ഫടികത്തിൻ്റെ നിറം ഉള്ള കടുംചുവപ്പ് വസ്ത്രം ധരിച്ച ഗണപതിയാണ് ഋണമോചന ഗണപതി എന്നുള്ള ഗണപതി. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്രാട നക്ഷത്രമായിട്ട് പേരുള്ള ഒരു ഗണപതിയുണ്ട്. ഢുണ്ടി എന്നാണ് ഗണപതിയുടെ പേര്. ഢുണ്ടി ഗണപതി, ഢുണ്ടി ഗണപതി. അത് പിന്നെ അക്ഷമാല, രുദ്രാക്ഷമാല, 4 കൈകളിലായിട്ട് ഒന്നിൽ രുദ്രാക്ഷമാല, മഴു, രത്നപാത്രം, അതുപോലെ കൊമ്പ് ഇതൊക്കെ ധരിച്ചിട്ടുള്ള ഢുണ്ടി ഗണപതി. വിഘ്നരാജാവ് ആയിട്ടൊക്കെ അറിയപ്പെടുന്ന ഈ ഢുണ്ടി ഗണപതി നമുക്കൊക്കെ സുഖം തരുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ആ ഗണപതി നമുക്ക് ഗുണത്തിനായിട്ട് ഭവിക്കട്ടെ എന്ന് പറയാണ്. പിന്നെ അതുപോലെ തിരുവോണ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗണപതിയാണ് ദ്വിമുഖ ഗണപതി എന്നുള്ള ഗണപതി. ദ്വിമുഖ, 2 മുഖം ഉള്ള ഗണപതിയാണ്. ആ 2 മുഖം എന്ന് പറഞ്ഞാൽ 2 മുഖവും ഒരേപോലെ തന്നെയുള്ള 2 മുഖം. സ്വന്തം കൈകളിൽ എന്തൊക്കെയുണ്ട്? പല്ല്, അതായത് കൊമ്പ്. പല്ലും കൊമ്പും ഒന്ന് തന്നെയാണ്, പല്ല് തന്നെയാണ് കൊമ്പ് എന്ന് പറയുന്നത്. കയറ്, തോട്ടി, രത്നപാത്രം ഇതൊക്കെ ധരിച്ചിട്ടുള്ള ഗണപതിയാണ്. പിന്നെ പച്ചയും നീലയും കൂടിയിട്ടുള്ള നിറത്തോടു കൂടി അങ്ങനെയുള്ളൊരു ശരീരമാണ്. ചുവന്ന വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ശിരസിൽ രത്നകിരീടം ധരിച്ചിട്ടുണ്ട്. 2 മുഖമുള്ള
ദ്വിമുഖ ഗണപതി. ആ ഗണപതിയും നമുക്ക് ഐശ്വര്യമൊക്കെ തരാൻ വേണ്ടിയിട്ട് വളരെ ഗുണമായിട്ടുള്ള ഗണപതിയാണ്. അതാണ് ദ്വിമുഖ ഗണപതി. ഇനി അതേപോലെ തന്നെ ത്രിമുഖ ഗണപതിയുണ്ട്. ത്രിമുഖ ഗണപതി ഇതേപോലെ തന്നെ തോട്ടി, രുദ്രാക്ഷമാല, വരദം ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഈ പറഞ്ഞതൊക്കെ ധരിച്ച്, പിന്നെ ഇടത്തെ കയ്യിൽ കയറ്, അമൃത കുംഭം, അഭയമുദ്ര, ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തുമായിട്ടുള്ള കൈകൾ ആ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ സ്വർണ്ണമയമായിട്ടുള്ള താമര, ആ താമര പീഠത്തിൽ ഇരിക്കുന്ന, അതേപോലെ ചുവപ്പ് നിറത്തിലുള്ള ആള്, ആനയുടെ മുഖം, അങ്ങനെയൊക്കെയുള്ള ത്രിമുഖ ഗണപതി. 3 മുഖവും ഒരേപോലെയുള്ള ത്രിമുഖ ഗണപതി. ഇനി അടുത്ത ഒരു ഗണപതിയാണ് സിംഹഗണപതി എന്നുള്ള ഗണപതി. സിംഹഗണപതിയുടെ പ്രത്യേകത പറയാം. ആ സിംഹം എന്താണ്? പിന്നെ വലത്തെ കയ്യിൽ വീണ, കൽപ്പലത, ചക്രം, വരദമുദ്ര ഇതൊക്കെ ധരിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ. ഇടത്തെ കൈകളിലൊക്കെ ചെന്താമര, രത്നകലശം, ഭംഗിയുള്ള പൂങ്കുല, അഭയമുദ്ര ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് സിംഹത്തിൻ്റെ മുഖത്തോടു കൂടിയിട്ടുള്ള ഗണപതി തന്നെയാണ്. വെളുത്ത നിറത്തിൽ വെളുത്ത ചന്ദ്രൻ്റെ നിറത്തോടു കൂടിയിട്ടുള്ള സിംഹഗണപതി. പിന്നെ അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഗണപതിയുണ്ട്. ദുർഗാ ഗണപതി എന്നാണ് പറയുക. ഉത്രട്ടാതി നക്ഷത്രമായിട്ടുള്ള ഗണപതി. ആ യോഗ ഗണപതി ഉണ്ട് പിന്നെ വരുന്നത്. ഉത്രട്ടാതി നക്ഷത്രമായിട്ട് വരുന്നത്, പൂരോരുട്ടാതി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളത് യോഗ ഗണപതിയാണ്. യോഗ ഗണപതി എന്നുള്ള വാക്കുകൊണ്ട് തന്നെ യോഗം എന്നുള്ള വാക്കിനെ നമ്മൾ മനസ്സിലാക്കണം. യോഗം എന്നുള്ള വാക്ക് എന്താ അർത്ഥം? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ഒരു യോഗം എനിക്കുണ്ട്, ആ യോഗം ഇല്ലാതായിപ്പോയി, അങ്ങനെ ഒരു നിയോഗം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. യോഗം എന്നുള്ള വാക്ക് കൂടിച്ചേരുക എന്നുള്ള അർത്ഥത്തിലാണ്. യുക്, കൂടിച്ചേരുക എന്നുള്ള അർത്ഥത്തിലാണ് യോഗം. എന്താണോ വിഷയം, ആ വിഷയത്തിലേക്ക് മനസ്സാണെങ്കിൽ മനസ്സ് അത് കൂടിച്ചേരുക, അതിനാണ് യോഗം എന്ന് പറയുക. ഈശ്വരീയമായ വിഷയങ്ങളിലേക്ക് യോഗം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ആ യോഗ ആയിട്ട് ബന്ധം, ആ യോഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ ഗണപതിയുടെ ഭാവം എന്ന് പറഞ്ഞാൽ യോഗാസനത്തിൽ ഇരിക്കുന്നയാളാണ്. യോഗാസനം. പിന്നെ അതുപോലെ തന്നെ കാലുകൾ ഇങ്ങനെ ബന്ധിച്ചിട്ടുള്ള ആളാണ്. യോഗപട്ടം ധരിച്ചിട്ടുള്ള ആളാണ്. നമുക്കൊക്കെ അറിയാം, പിന്നെ അയ്യപ്പൻ്റെ ധ്യാനത്തിൽ അയ്യപ്പന് ഒരു ഇങ്ങനെ ധരിച്ചിട്ടുണ്ട്, ഒരു കെട്ട് ഉണ്ട്. അത് യോഗപട്ടമാണ്. ഒരു തരത്തിലുള്ള യോഗാസനം ഭാവമാണ് ആ യോഗപട്ടം. ഇതേപോലെ ഈ ഗണപതിയും ആ യോഗാസന ഭാവത്തിൽ യോഗപട്ടം ധരിച്ചിട്ടുള്ള ഗണപതിയാണ്. പിന്നെ നല്ല ശോഭയുള്ള, യോഗാസനത്തിൽ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ശോഭയുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ നല്ല ശോഭയോട് കൂടിയ, നല്ല ഉദയസൂര്യൻ്റെ നിറത്തോടു കൂടിയ, ചുവപ്പ് നിറത്തോടു കൂടിയ, പിന്നെ നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കൈകളിൽ കയറ്, കരിമ്പ്, രുദ്രാക്ഷമാല, യോഗദണ്ഡ് ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള യോഗ ഗണപതി. അപ്പോൾ ആ ഗണപതിയൊക്കെ ഭജിക്കുന്ന സമയത്ത് നമുക്ക് പലതിൻ്റെയും യോഗം ഉണ്ടാവും തന്നെയാണ് പറയാം. ശരി, വേണ്ടതിൽ നമുക്ക് യോഗം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആ യോഗ ഗണപതിയെ നമുക്ക് ഭജിക്കാം. പൂരോരുട്ടാതി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതിയാണ്. ഓരോന്നും നക്ഷത്രത്തിനെ എടുത്തു പറയുന്നത് ആ നക്ഷത്രക്കാർ ആ ഗണപതിയുടെ പേര് ഓർത്ത് വെക്കുകയെങ്കിലും ചെയ്യുന്നത് വളരെ ഗുണമാണ്. പിന്നെ വേറൊരു ഗണപതി ദുർഗാ ഗണപതി എന്നുള്ളൊരു ഗണപതിയാണ്. ദുർഗാ ഗണപതി. ആ ദുർഗാ ഗണപതി എന്ന് പറഞ്ഞാൽ നല്ല സ്വർണത്തിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ പോരാ, ചുട്ടുപഴുത്ത സ്വർണത്തിൻ്റെ നിറം എന്ന് പറയും. അത്രയും മനോഹരമായിട്ടുള്ള നിറത്തോടു കൂടിയ ആളാണ്. 8 കൈകളുണ്ട്. ആ വളരെ വലിയ ശരീരമാണ്. അപ്പോൾ കൈകളിൽ തോട്ടി, അമ്പ്, രുദ്രാക്ഷമാല, പല്ല്, അതായത് കൊമ്പ്, പിന്നെ കയറ്, ചാപം, വള്ളി, ഞാവൽപ്പഴം ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. നല്ല ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ദുർഗാഗണപതി. ഈ ദുർഗാഗണപതിയുടെ അർത്ഥം എന്താണ്? ദുർഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദുർഗതിയെ ഇല്ലാണ്ടാക്കുന്നതാണ് ദുർഗ. അതേപോലെ തന്നെയാണ് ദുർഗാഗണപതിയും. ദുർഗതിയെ ഇല്ലാണ്ടാക്കുന്ന, അങ്ങനെയുള്ള
ദുർഗതികളൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഗണപതിയാണ്. ദുർഗതികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഗണപതിയാണ് ദുർഗാ ഗണപതി. പിന്നെയുള്ള ഒരു ഗണപതിയാണ് സങ്കടഹര ഗണപതി എന്നുള്ള രേവതി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗണപതി. അപ്പോൾ പോലെ തന്നെ സങ്കടത്തെയൊക്കെ ഹരിക്കുന്ന ഗണപതിയാണ്, സങ്കടത്തെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന ഗണപതിയാണ് സങ്കടഹര ഗണപതി എന്നുള്ള ഗണപതി. ഇങ്ങനെ കുറേ ഭാവങ്ങളെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. ഇത് 32 ഗണപതിമാരുടെ ഭാവമാണ് പറഞ്ഞത്. ഈ 32 ഗണപതിമാരല്ലാതെ പിന്നെയും കുറേ ഗണപതിമാരുണ്ട്. ജഗന്മോഹന ഗണപതി, പിന്നെ ദക്ഷ ഗണപതി എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള ഗണപതിമാർ, ലക്ഷ്യഗണപതി എന്നൊക്കെ പേരുള്ള കുറേ ഗണപതിമാരുണ്ട്. അപ്പോൾ ഈ ഗണപതിമാരുടെയൊക്കെ ഭാവങ്ങൾ പല പല സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവത്തിൽ വരും. ഓരോരോ ഭാവത്തിൽ നമുക്ക് വേണ്ടുന്ന സമയത്ത് ഓരോരോ ഗണപതിമാർ നമ്മുടെ സഹായത്തിനുണ്ടാവും. അതാണ് ഈ ഗണപതിമാരുടെ പ്രത്യേകത. അതായത് ഈ ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള പ്രയോഗങ്ങൾ വരെയുണ്ട്, പലതരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കുറേ ഗണപതിമാരെ കുറിച്ച് പറഞ്ഞു. ഈ ഗണപതിമാരിൽ തന്നെ ചില ഗണപതിമാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് പിന്നെ ചിലതരത്തിലുള്ള ഗണപതിമാരുടെ മൂലമന്ത്രങ്ങൾ, അതായത് ഒരു ഗണപതിയുടെ മൂലമന്ത്രം വേണ്ടതുപോലെ ഉപാസിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് മാത്രമാണ് ആ ഗണപതിയുടെ മന്ത്രം ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുക എന്നാ പറയാ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചില വിഷയം, അതായത് ബുദ്ധിഭ്രമം, അതേപോലെ ഭ്രാന്ത്, ഇങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഗണപതിയുടെ മൂലമന്ത്രം കൊണ്ട്, ദ്രവ്യം എന്ന് പറഞ്ഞാൽ പലതരത്തിൽ പറയപ്പെടുന്നുണ്ട്. ഈ മൂലമന്ത്രവും അങ്ങനത്തെ ഒന്നും പറയാനുള്ള ഒരു വേദിയല്ല ഇത്, അത് പറയാൻ സാധിക്കുകയില്ല. കാരണം അതൊക്കെ ഒരു ഉപാസനയ്ക്കനുസരിച്ച്, ഒരു വിധിക്ക് ഉപദേശത്തിനനുസരിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഈ കുറുമ്പുല്ല്, സാധാരണ പുല്ലുണ്ടല്ലോ, ആ കുറുമ്പുല്ല് ചെറിയ വലിപ്പത്തിൽ, 4 വിരൽ വലിപ്പത്തിൽ മുറിച്ചിട്ട് അത് ത്രിമധുരത്തിൽ മുക്കിയിട്ട് ഈ മൂലമന്ത്രം ചൊല്ലിയിട്ട് ഹോമിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അത് എത്ര ഹോമിക്കണം എന്ന് ചോദിച്ചാൽ 1000 വീതം ഹോമിക്കണം. ഇങ്ങനെ 41 ദിവസം ചെയ്യണം എന്നാണ് പറയുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഭ്രാന്തും മാറുമെന്ന് പറയും. ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമുക്കെല്ലാവർക്കും ഭ്രാന്തുണ്ട്. ഭ്രാന്തില്ലാത്ത ഒരു മനുഷ്യനുമില്ല. കാരണം പിന്നെ ഭ്രാന്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഭ്രാന്തല്ല. നമ്മുടെ ബുദ്ധി എപ്പോഴെങ്കിലും സാധാരണ നിലയിൽ നിന്ന് ഒന്ന് മാറിപ്പോകുന്നുണ്ടോ അതൊക്കെ ഭ്രാന്താണ്. അതായത് എല്ലാവരും പറയാറുണ്ട്, ഒരു പാമ്പ്, ഒരു കയറ് കണ്ടിട്ട് ഇതൊരു പാമ്പാണെന്ന് തോന്നുക എന്ന് പറയാറില്ലേ? ശരിക്കതൊരു പാമ്പല്ല, ഒരു കയറാണ്. ആ തോന്നൽ എന്ന് പറയുന്നത് ഒരു ഭ്രാന്തി തന്നെയാണ്. ഭ്രാന്തി എന്നുള്ള ഒരു അലങ്കാരമുണ്ട്, ഭ്രാന്തി. ആ അലങ്കാരത്തിനൊക്കെ പറയുന്നതാണ് ഭ്രാന്ത്. ആ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സാധാരണ നിലയ്ക്ക് ഉള്ളതിൽ നിന്നുള്ള അവസ്ഥയല്ലാതെ മനസ്സ് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മാറിപ്പോവുക, അത് തന്നെയാണ് ഭ്രാന്ത്. നമ്മൾ എന്തെങ്കിലും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ കൃത്യമായ മറുപടി നമ്മൾ പറഞ്ഞോളന്നില്ല, വേറെ എന്തെങ്കിലും ഒരു മറുപടിയാണ് പറഞ്ഞു. അപ്പം മറ്റേയാൾക്ക് തോന്നും ഇയാളെന്താ ഭ്രാന്ത് പറയുകയാണോ എന്ന്, ഇയാൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഈ ആൾക്കറിയാം എനിക്ക് ഭ്രാന്തില്ല എന്ന് അയാൾക്കറിയാം. ഞാൻ വേറെന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചോദിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് പറയും. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ഭ്രാന്ത് അല്ല, അതിൽ കൂടിയ ഭ്രാന്തൊക്കെ തന്നെ, അതൊക്കെ ഇല്ലാണ്ടാവാൻ ഒക്കെ ഈ പ്രയോഗം നല്ലതാണെന്ന് പറയാറുണ്ട്. അല്ല, അതൊന്നും ശീലിക്കാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെയുള്ള ചില പ്രയോഗം ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. അതേപോലെ തന്നെ ഈ മലർപ്പൊടി, തരിപ്പണം, ഇതൊക്കെ പാവ് കാച്ചിയിട്ട്, പഞ്ചസാര പാവ് കാച്ചിയിട്ട് അതിൻ്റെ അകത്ത് അത് ദ്രവ്യമാക്കിയിട്ട് ഹോമിക്കുക. അങ്ങനെ 32 ദിവസമൊക്കെ ഹോമിച്ച് കഴിഞ്ഞാൽ, ഒരാളെ വേണ്ടു, ആ ഒരാൾ തന്നെ ഹോമിച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ആ ആള്
വലത്ത് ഭാഗത്ത് ഇരുന്നിട്ട് മന്ത്രം ജപിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് പറയും. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കദളിപ്പഴം ഒരു ദ്രവ്യമായിട്ട് സ്വീകരിച്ചിട്ട് അത് ഹോമിക്കുക. 1008 വീതം ഹോമിക്കുക, നിത്യവും ഹോമിക്കുക. അങ്ങനെ ചെയ്യുക. അത് 16 ദിവസം ചെയ്യാം. അങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഫലങ്ങൾ പറയാറുണ്ട്. ഈ ലോകം മുഴുവൻ അവനവൻ്റെ വശ്യമായിട്ട് വരുമെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ താമരമുട്ട് അത് വെണ്ണ നെയ്യ് പുരട്ടിയിട്ട് ഹോമിക്കുക. 1008 വീതം 41 ദിവസം ഹോമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ, അതായത് ഉദ്ദിഷ്ടമായ നമുക്ക് ആവശ്യമുള്ളൊരു ഭൂമി വേണം എന്നുള്ള ഒരാളാണെങ്കിൽ ആ ഭൂമി ലഭിക്കും. അത് തന്നെ ഒരു 100 ദിവസം ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രാജ്യം തന്നെ ലഭിക്കുന്നതാണ് പറയുക. എന്തായാലും അത്രയും പ്രാധാന്യമുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അതേപോലെ തന്നെ അരിമാവ് കുഴച്ചിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ത്രിമധുരം വെച്ചിട്ട് അടപോലെയാക്കിയിട്ട് അത് ഹോമിക്കും. അങ്ങനെ ഹോമിച്ചു കഴിഞ്ഞാൽ പല ഗുണങ്ങളും പറയാറുണ്ട്. അത് 1008 വീതം നിത്യവും ഹോമിക്കുക. ഉദ്ദേശം സാധിക്കുമെന്ന് പറയും. അതേപോലെ തന്നെ നമ്മളോട് ആകർഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കദളിപ്പഴം, തേന്, നെയ്യ് ഇതൊക്കെ ത്രിമധുരാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് മുക്കുറ്റി, തെച്ചിപ്പൂവ് ഇതൊക്കെ ഹോമിക്കുക. അതും 1008 വീതം ഹോമിക്കുക. അങ്ങനെ ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ആൾ നമ്മുടെ ബന്ധുവായിട്ട് തീരും. 41 ദിവസം ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുക. അങ്ങനെ ആകുമ്പോൾ ആരെ ഉദ്ദേശിച്ചിട്ടാണോ ചെയ്യുന്നത് ആ ആൾ നമ്മുടെ സ്വാധീനത്തിൽ വരും എന്ന് പറയും. അതേപോലെ ഐശ്വര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ കറുക അത് 3 കൂടി വീതം കൂട്ടിയിട്ട് ത്രിമധുരത്തിൽ മുക്കിയിട്ട് 1008 വീതം 41 ദിവസം ഹോമിക്കുക. ധാരാളമായിട്ട് ധനം ഉണ്ടാവും. 1008 ദിവസവും ജപിക്കുകയാണെങ്കിൽ പിന്നെ ധാരാളം കണക്കില്ലാത്ത ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ പറയും. വൈശ്രവണന് ഒക്കെ കുബേരനുണ്ടല്ലോ, ആ കുബേരന് കിട്ടിയതുപോലെയുള്ള അത്രയും ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ ഒരാളെ നമ്മുടെ വശത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ഉണ്ട്. അത് ഈ ഗണപതിമാരിൽ ഒരു ഗണപതിയിൽ തന്നെ ഈ കൊട്ടത്തേങ്ങയുടെ ഉള്ളിൽ ത്രിമധുരം നിറച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ശക്തി ഗണപതിയുടെ മന്ത്രം കൊണ്ട് ആ 108 ജപിച്ചിട്ട് ഹോമം ചെയ്യുക. അങ്ങനെ 41 ദിവസം ചെയ്തു കഴിഞ്ഞാൽ ആ ആൾ നമ്മുടെ ബന്ധുവായിട്ട് മാറുന്ന പറയാം. ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ ബന്ധുവായി മാറും എന്ന് പറയുകയാണ്. അതേപോലെ സ്ത്രീകൾ വശ്യമായിട്ട് വരാൻ വേണ്ടിയിട്ടും മലര് ത്രിമധുരത്തിൽ മുക്കിയിട്ട് 1008 ദിവസവും 41 ദിവസവും ഹോമിക്കാൻ പറഞ്ഞിട്ടും. അപ്പോൾ നേരെ തിരിച്ച് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടായാലും ഇതേപോലെ തന്നെ ക്രിയകളാണ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ട്. പിന്നെ അതിൽ തന്നെ ചില പൂക്കൾ, ചെന്താമര, അത് സ്ത്രീവശ്യത്തിനാണ്. കടുക് ഹോമിക്കാറുണ്ട്. അത് ത്രിമധുരം കൂട്ടിയിട്ട് ഹോമിക്കും. അങ്ങനെയാകുമ്പോൾ രാജാവ് വരെ നമ്മുടെ സ്വാധീനമായിട്ട് വരുന്ന പറയാം. അതേപോലെ കൂവളത്തിൻ്റെ പൂവ്, കായ ഇതൊക്കെ ഹോമിക്കുന്ന തരത്തിൽ വരുമ്പോൾ അത് ധാരാളമായിട്ടുള്ള ധനം, ഒരിക്കലും നശിക്കാത്ത ധനം ഉണ്ടാവും എന്ന് പറയും. പിന്നെ പലതരത്തിലുള്ള ഓരോരോ വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ നമ്മൾ പറയാറുണ്ട്. വിഷ്ണുക്രാന്തി ഒക്കെ ഹോമിക്കുകയാണെങ്കിൽ ബ്രാഹ്മണരെ സ്വാധീനിക്കാൻ പറ്റും. അതേപോലെ കൽഹാരം ഹോമിക്കുകയാണെങ്കിൽ ക്ഷത്രിയന്മാരെ സ്വാധീനിക്കാൻ പറ്റും. കൊന്നപ്പൂവ് ഹോമിക്കുകയാണെങ്കിൽ വൈശ്യസ്ത്രീകളെന്നില്ല, വൈശ്യരെ സ്വാധീനിക്കാൻ പറ്റും. പിന്നെ കരിങ്കുറിഞ്ഞി പൂവായാൽ ശൂദ്രരെ സ്വാധീനിക്കാൻ പറ്റും എന്നൊക്കെ പറയും. ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെയുള്ള ഒരർത്ഥത്തിലൊന്നും അല്ല. വളരെ നല്ല പരിപാവനമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഗുണകർമ്മ വിഭാഗശ എന്നാണ് അതിനെ പറയുക. ഈ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് പറയുന്നത് പോലെ ജാതീയതയൊന്നുമല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലും ഈ ബ്രാഹ്മണൻ ഉണ്ടാവും, ഓരോരുത്തരുടെ ഉള്ളിലും ക്ഷത്രിയൻ ഉണ്ടാവും, വൈശ്യൻ, ശൂദ്രനൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാവും. ആ ഓരോരോ ഭാവങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. അതേപോലെ അപമൃത്യൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ചിറ്റമൃത് ഹോമിക്കാം. അങ്ങനെയുള്ള കുറേ തരത്തിലുള്ള ഫലങ്ങൾ കുറിച്ചിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ താമരപ്പൂവ്, ശത്രു ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ താമരപ്പൂവ് ഹോമിക്കുക. ശാന്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്
കറുക ഹോമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല പല ഭാവങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില മന്ത്രങ്ങൾ ഈ ഋണമോചന ഗണപതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് ഈ ഒരു തരം മന്ത്രമുണ്ട്. ആ മന്ത്രം ഉപയോഗിച്ചിട്ട്, ആ മന്ത്രമൊന്നും പറയുന്നില്ല, ആ ഗണപതിയെ സ്മരിച്ചിട്ട് പിന്നെ ആ 108 വീതം ഹോമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറും എന്ന് പറയാറുണ്ട്. പിന്നെ ചില തരത്തിലുള്ള വന്യച്ചമത പാലിൽ മുക്കിയിട്ട് ഹോമിച്ചു കഴിഞ്ഞാൽ മഴയുണ്ടാവും എന്ന് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ ബുദ്ധിമാന്ദ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ഗണപതി നാരങ്ങ ഹോമിക്കുക, അതേപോലെ തോല്, നെല്ലിക്ക ഇതൊക്കെ കളഞ്ഞിട്ടുള്ളത് നുറുക്കിയിട്ട് ത്രിമധുരത്തിൽ കുഴച്ചിട്ട് ഹോമിക്കുക. അതേപോലെ ബാലഗണപതിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ബാലഗണപതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. ബാലഗണപതി സാധാരണ കുട്ടികൾക്കൊക്കെ എന്താ കൊടുക്കുക? ഈ വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുക, കഠിനമായിട്ടുള്ളൊന്നും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ബാലഗണപതിക്ക് നാളികേരം എല്ലാ ഗണപതിമാർക്കും പ്രധാനമാണ്. അപ്പോൾ ബാലഗണപതിക്കും നാളികേരം പ്രധാനം തന്നെയാണ്. പക്ഷേ ബാലഗണപതിക്ക് സാധാരണ നുറുക്കിയിട്ടുള്ള പറ്റില്ല. ബാലഗണപതിക്ക് ചിരവിയിട്ടുള്ള നാളികേരം അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. അത് തന്നെ കുറച്ച് മാത്രം ഈ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ കൊടുക്കാനേ ഹോമിക്കാനേ പാടുള്ളൂ എന്ന് പറയും. അങ്ങനെയുള്ള തരത്തിലാണ് ഗണപതിയുടെ ഹോമിക്കേണ്ടത്. അതിന് ചില ദ്രവ്യങ്ങളൊക്കെ പറയുന്നത് ശർക്കര, കദളിപ്പഴം, തേന്, മഞ്ഞപ്പൊടി ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഉള്ള ഒരു കൂട്ട് ആണ്, അഷ്ടദ്രവ്യമല്ല. അങ്ങനെ ഒരു കൂട്ട് ആണ് ഹോമിക്കാറ്. ഇതിനെ കൊണ്ട് തന്നെ 1008 വീതം ഹോമിക്കാം. അത് 48 ദിവസം ഹോമിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഇപ്പം ബാലഗണപതിക്ക് പറഞ്ഞ അതേപോലെ തന്നെ വേറൊരു ഗണപതിയാണ് ചെങ്കണപതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗണപതി. അതിൻ്റെ മന്ത്രമൊക്കെ വേറൊരു തരത്തിലുള്ള മന്ത്രമാണ്. ആ ഗണപതിയുടെ, ഈ ബാലഗണപതിയുടെ പറഞ്ഞ പോലെ തന്നെ ഉള്ള എല്ലാ ഗുണങ്ങളും തന്നെയാണ് ചെങ്കണപതിക്കും വരുന്നത്. പക്ഷേ മന്ത്രങ്ങൾ മാറും, ഭാവം മാറും എന്നൊക്കെ തന്നെയുള്ളൂ. ആ ചെങ്കണപതിയുടെ വിഷയങ്ങളും ബാലഗണപതിയുടെ വിഷയങ്ങളൊക്കെ ഏതാണ്ട് പ്രയോഗങ്ങളൊക്കെ ഒരേപോലെ തന്നെയായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഗണപതിമാര്, ഇങ്ങനെ കുറേ തരം ഗണപതിമാരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ പ്രയോഗങ്ങളെക്കുറിച്ചും കുറേയൊക്കെ പറഞ്ഞു, അതും ശരിയാണ്. ഇതൊക്കെ ഈ പ്രയോഗങ്ങളെ ഒന്നും നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കാൻ പോവരുത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ അതീതരായിട്ട് വരണം. അവിടെയാണ് നമ്മുടെയൊക്കെ വിജയം വരുന്നത്. നമ്മളെ സ്വാധീനിക്കാൻ ഉള്ള വിഷയങ്ങൾ പുറത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ പ്രയോഗങ്ങളിൽ നമ്മൾ അകപ്പെടുക. അതിൽ നിന്നും അതീതമായിട്ടുള്ള ഒരു ശക്തിയെ നമ്മൾ ഉപാസിച്ചിട്ട് നേടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബാധകളും നമുക്കുണ്ടാവില്ല. ഇതുപോലെയൊക്കെയുള്ള മഹാഗണപതിമാര് നമ്മുടെ മുമ്പിൽ വലിയ വിളക്കുകളായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഗണപതിമാരുടെ മുമ്പിലൊക്കെ തൊഴുതുകൊണ്ട് ഇവിടെയുള്ള ഗണപതിയുടെയും സമക്ഷത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. മഹാഗണപതിഭ്യോ നമ. സർവത്ര ഗണപതി നാമസങ്കീർത്തനം. ഗണപതയേ നമ. നമ്മളൊക്കെ ഗണപതി ഭക്തന്മാരാണ്. എന്നാൽ ആത്മാർത്ഥമായി വിചാരം ചെയ്തുകൊണ്ട് കേൾക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. കാരണം അദ്ദേഹം അതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് കൃത്യമായി ഗണപതിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അദ്ദേഹം ഗം ഗണപതയേ നമ എന്ന് ചൊല്ലാതെ ഗണപതിഭ്യോ നമ എന്ന് ചൊല്ലി തുടങ്ങി. എന്ന് പറഞ്ഞ അർത്ഥം ഗണപതിക്ക് നമസ്കാരം എന്നല്ല, ഗണപതിമാർക്ക് നമസ്കാരം എന്നാണ്. അങ്ങനെയുള്ള സാരഗർഭമായ വളരെ ഗൗരവതരമായ, ഇത്
ഇപ്പോൾ എത്ര പേർക്ക് ഇതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നത് അറിയില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം എടുത്ത് നോക്കാവുന്ന രീതിയിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഏതൊരാൾക്കും പിന്നീടൊരിക്കൽ കൂടുതലായി എന്തെങ്കിലും അറിയേണ്ടതുണ്ടെന്ന് തോന്നുമ്പോൾ അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വളരെയധികം സാരഗർഭമായ പ്രഭാഷണം നടത്തിയത് ബഹുമാന്യനായ, ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, എനിക്ക് സ്വന്തം ഗുരുനാഥനെ പോലെ ബഹുമാനമുള്ള, ഞാൻ ഏറെ ആദരിക്കുന്ന മാന്യ വ്യക്തിത്വമാണ് ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി തന്ത്രരത്നം. അദ്ദേഹം ധാരാളം ഓൺലൈൻ ക്ലാസ്സുകൾ, പൂജാ ക്ലാസ്സുകൾ, സംസ്കൃത ക്ലാസ്സുകൾ എന്നിവ കൈകാര്യം ചെയ്തു വരുന്നു. കവിയാണ്. വളരെ ഇതിനേക്കാളൊക്കെ ഉപരിയായി ബഹുമാന്യമായ ഒരു ഗുണം പക്വതയാർന്ന മാന്യമായ പെരുമാറ്റമാണ്. അടുത്തറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഏതൊരാളുടെയും പ്രഭാഷണം കേവലം ആ വാക്കുകൾ മാത്രമല്ല, അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അറിഞ്ഞ് ഇതൊക്കെ ആചരിക്കാനും കൂടി എപ്പോഴും ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണെന്ന് അറിയുമ്പം അതിന് ആ വാക്കുകൾക്കുപരിയായിട്ടുള്ളൊരു മൂല്യം നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടി ഇത്രയും നേരം, ഇന്ന് രാവിലെ അദ്ദേഹം ഏകദേശം ഒരു 5 മണിക്ക് പുറപ്പെട്ടു ഇല്ലത്ത് നിന്ന്. സ്വദേശം വടകരയാണ്, എൻ്റെ നാടിനടുത്താണ്. അത്രയും നേരത്തെ യാത്രാക്ലേശം സഹിച്ച് ഇവിടെ എത്തിച്ചേർന്നു നമുക്ക് വേണ്ടി ഈ ഒരു പ്രഭാഷണം നിർവഹിച്ചു തന്ന അദ്ദേഹത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടൊപ്പം നമ്മൾ എല്ലാവരും മാനിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അദ്ദേഹത്തിന് ദക്ഷിണ സമർപ്പിക്കാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികളെ സവിനയം ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി ബഹുമാന്യനായ ഹരിയേട്ടനെയും ക്ഷണിക്കുന്നു. ഇവിടെ വളരെ മാന്യമായ ഒരു വാക്യം ഇപ്പം ഒരാൾ വന്ന് പറഞ്ഞു. സത്രവേദി സംവാദവേദി കൂടിയാണല്ലോ. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വിരാജിക്കുന്ന ലക്ഷ്മി വിനായക മൂർത്തിയെക്കുറിച്ച്, അഥവാ ലക്ഷ്മി വിനായകൻ എന്ന ഭാവത്തെക്കുറിച്ച് അല്പം കൂടി ഒന്ന് വിശദീകരിക്കാമോ എന്ന് ഇദ്ദേഹത്തോട് ഒരാൾ വിനയപൂർവ്വം ഒരാവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഇപ്പം ഹരിയേട്ടൻ അതിനെക്കുറിച്ച് അല്പം കൂടി പറയാമെന്ന് ഏറ്റിരിക്കുകയാണ്. നമുക്ക് അല്പനേരം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഷണം ശ്രദ്ധിക്കാം. ലക്ഷ്മി ഗണപതി ലക്ഷ്മി ഗണപതി
ലക്ഷ്മി ഗണപതി, ലക്ഷ്മി വിനായക ഗണപതി എന്നൊക്കെ പറയാവുന്ന ഗണപതി. നമ്മൾ നേരത്തെ ആയുധങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ അല്ലാത്ത ആ ഗണപതിയുടെ പ്രകൃതം എന്ന് പറയുന്നത് ആ മൂലമന്ത്രത്തിലേക്ക് കുറച്ചുകൂടി നോക്കുന്ന സമയത്ത്, മൂലമന്ത്രം ഒന്നും പറയാൻ പറ്റാത്തതാണ്, അതിലേക്ക് എടുത്തു നോക്കുന്ന സമയത്ത് സൗമ്യനായിട്ടുള്ള ഒരു ഗണപതിയാണ്. ഭാവം കൊണ്ട് സൗമ്യനാണ്. ലക്ഷ്മി ഗണപതി എന്ന് പറഞ്ഞാൽ സൗമ്യമായിട്ടുള്ള ഭാവമാണ്. അതേപോലെ തന്നെ ഈ വരം കൊടുക്കുന്ന തരത്തിലുള്ള ഭാവത്തിലുള്ള ഗണപതിയാണ്. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും നമ്മുടെ ഉള്ളിലേക്ക്, സ്വന്തം ഉള്ളിലേക്ക് ആകർഷിക്കുന്ന, സ്വന്തം വശത്തേക്ക് ആനയിക്കുന്ന തരത്തിലുള്ള ഭാവത്തിലുള്ള ഗണപതിയാണ്. ഈ കയ്യിൽ ഉള്ള ഓരോരോ ആയുധങ്ങൾ, ഈ ഗദയുണ്ട്, ബീജപൂരമുണ്ട്, ധനുസ്സുണ്ട്, ശൂലമുണ്ട്, ചക്രമുണ്ട്, പിന്നെ താമരയുണ്ട്, അതേപോലെ ഉൽപ്പലം എന്ന് പറയുന്ന ഉണ്ട്, പാശമുണ്ട്, ധാന്യമുണ്ട്, കൊമ്പുണ്ട്. ഈ ആയുധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കണമെന്നല്ല, ആയുധങ്ങളൊക്കെ എന്തിനാണ് പിടിച്ചത്, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതൊക്കെ നല്ലതാണ്. ആ ഓരോന്നും പിടിച്ചത് വെറുതെ അല്ല. ഒരു ധാന്യം കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐശ്വര്യത്തിനാണ് എന്ന് മനസ്സിലാക്കണം. ഈ വേറൊരു ഒരു കഥ ഇക്കൂട്ടത്തിൽ ഒന്ന് പറയാം. മുമ്പ് ഒരാളോട് പറയാണ്, ഒരാളിങ്ങനെ ഉപാസിച്ചിട്ട് ഏതോ ഒരു ദൈവത്തിനെ ഉപാസിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് നല്ലോണം പൈസ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അപ്പം അതിനുള്ളൊരു വഴി പറഞ്ഞു തരണം, ഇപ്പം തന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. നാളെ ഇപ്പം പറഞ്ഞു തരാം, നാളെ രാവിലെ എഴുന്നേറ്റ് ഉടനെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2 സ്ത്രീകളെ കാണും. അതിലൊന്ന് ലക്ഷ്മി ഭഗവതിയാണ്, ഒന്ന് ജ്യേഷ്ഠാ ഭഗവതിയാണ്. അതിൽ ഏത് ഭഗവതിയാണോ നിനക്ക് വേണ്ടത് അത് നീ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ആ തിരഞ്ഞെടുത്ത ഭഗവതി നിന്റെ കൂടെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി പുറത്തേക്ക് നോക്കുമ്പോൾ 2 ദേവിമാരെ കണ്ടു. ആ 2 ദേവിമാരിൽ ഒരു ദേവി എന്താ ചെയ്യുന്നത്, കയ്യിൽ ഉള്ളതായ രത്നങ്ങൾ അല്ലെങ്കിൽ ധാന്യം അതിങ്ങനെ വെതറുന്നുണ്ട്. വേറൊരു ഭഗവതി എന്താ ചെയ്യുന്നത്, ഒരു ചൂല് കയ്യിലെടുത്തിട്ട് ആ വെതറി ഇട്ടുള്ളതൊക്കെ ഇങ്ങനെ അടിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചിന്തിച്ചു, ഇപ്പം ആരായിരിക്കും ഇതിൻ്റെ അകത്ത് ലക്ഷ്മി ഭഗവതി, ആരാണ് ജ്യേഷ്ഠാ ഭഗവതി എന്നൊന്ന് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ടു. എന്നിട്ട് വിചാരിച്ചു, ഈ നല്ലോണം ഉള്ളയാൾക്കല്ലേ ഇങ്ങനെ കളയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ എറിയുന്ന ആ ദേവിയാണ് ലക്ഷ്മി ഭഗവതി എന്ന് കണക്കാക്കിയിട്ട് ആ ദേവി മതി എന്ന് വിചാരിച്ചു. ആ ദേവി വേഗം കൂടെ പൂരുകയും ചെയ്തു. അപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്, ആ ദേവി അല്ല. കാരണം അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഉള്ളത് മുഴുവൻ കളയുന്ന ഒരു പ്രകൃതം. മറ്റേ ദേവി അതല്ല ചെയ്തത്, ഓരോന്നും അടിച്ചു കൂട്ടുകയാണ്. അങ്ങനെ അടിച്ചു കൂട്ടുന്ന സമയത്താണ് നമുക്ക് സമ്പാദ്യം ഉണ്ടാവുന്നത്. എല്ലാം കളയുന്ന ഒരു ഭാവമാണ് നമ്മുടെ എങ്കിൽ നമ്മളെപ്പോഴും ജ്യേഷ്ഠാ ഭഗവതിയുടെ ഭക്തന്മാർ തന്നെയാണ്. ഓരോന്നിനെയും വൃത്തിയാക്കുക, ഓരോന്നിനെയും എടുക്കുക, കളയാതിരിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരു ഭാവത്തിൽ ഉള്ള ദേവിയാണ് ലക്ഷ്മി ഭഗവതി എന്ന് മനസ്സിലായി. ഏതായാലും അബദ്ധം പറ്റി. അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമുക്ക് പറ്റാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ലക്ഷ്മി ഭഗവതി, ലക്ഷ്മി വിനായക ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് ധാരാളമായിട്ട് ആർഭാടം ചെയ്യേണ്ട വിഷയമല്ല. ഓരോന്ന് ചെയ്യുന്നതും, എന്നാലൊരു കാര്യമുണ്ട്, വേണ്ടതെങ്കിലും നശിപ്പിക്കല്ല, വേണ്ടതെങ്കിൽ വിതറണം. ആ വിതറുന്നത് എവിടെയായിരിക്കണം? വയലിൽ വിതറണം. ഈ ധാന്യം വയലിലാണ് വിതറിയെങ്കിൽ ഒരു വിത്തിൽ നിന്നും കുറേയധികം വിത്തുകൾ ഉണ്ടാവും.
നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അത് ആ ഒരു കാര്യത്തിൽ നിന്ന് എത്ര മടങ്ങ് ഗുണം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുക. അത് ഈ ലക്ഷ്മി വിനായക ഗണപതിയുടെ ഒരു സവിശേഷതയായിട്ട് കണക്കാക്കാം. അതൊരു വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ബീജപൂരം, ധനുസ്, ശൂലം, ഇതൊക്കെ പിന്നെ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ശത്രുക്കളെ ഇല്ലാണ്ടാക്കുന്നതാണ്. ശത്രുക്കൾ ഇല്ലാണ്ടായാൽ മാത്രമേ നമ്മളോട് ആകർഷണം മറ്റുള്ളവർക്ക് ഉണ്ടാവുള്ളൂ. ഒരാൾ, ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഭാവമാണ്. ഈശ്വരൻ്റെ ഭാവമാണ് ഐശ്വര്യം. അപ്പോൾ ഓരോ മനുഷ്യരും ഈശ്വരന്മാരായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ആ ഐശ്വര്യത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഐശ്വര്യത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വിഘാതമായിട്ടുള്ള ചിലതിനെയൊക്കെ ഉണ്ട് എന്ന് തോന്നുമ്പോൾ അതില്ലാണ്ടാക്കാനുള്ള ചില ആയുധങ്ങളാണ് ധനുസ്, ശൂലം എന്നൊക്കെ പറഞ്ഞത്. ശൂലം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും വേദനകളാണ്. വേദന എന്നുള്ളൊരർത്ഥമുണ്ട് ശൂലത്തിന്. ആ വേദനകളൊക്കെ ഇല്ലാണ്ടാവണം. അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ആയുധങ്ങൾ അതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുക. നമുക്ക് എപ്പോഴും വിഷമം തോന്നുന്നുണ്ടോ അപ്പോൾ ആ ഇവിടെയുള്ള ഭഗവാന്റെ ആ ആയുധത്തെ നമ്മുടെ നേരേക്ക് തൊടുക്കാൻ, പ്രയോഗിക്കാൻ നമുക്ക് ആവശ്യപ്പെടാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ആയുധത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ദോഷങ്ങൾ നീങ്ങും, നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ചക്രം അതുപോലെ തന്നെയാണ്. ചക്രം ദേവൻ്റെ കയ്യിലുണ്ട്. ചക്രത്തിന് വേറൊരു പേരുണ്ട്, സുദർശനം. സുദർശന ചക്രം എന്നൊരു പേരുണ്ട്. ഈ സുദർശന ചക്രത്തിന് വേറൊരു പേരുണ്ട്, അരി എന്നൊരർത്ഥമുണ്ട്. അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നൊരർത്ഥം. എന്താണ് ശത്രു? അപ്പം ശത്രുവിനെ ഇല്ലാണ്ടാക്കുന്നതാണ്, ശരിയാണ്. പക്ഷെ ശത്രുവിനെ കൊല്ലണം എന്നൊന്നുമില്ല. നമ്മുടെ നേരെ വരുന്നതായിട്ടുള്ള ഒരു ശത്രു ഈ ഒരു പ്രയോഗം കൊണ്ട്, നമ്മൾ നേരത്തെ പല തരത്തിലുള്ള പ്രയോഗം പറഞ്ഞല്ലോ, ആ പ്രയോഗത്തിൽ ഉള്ളതാണ് ആ പ്രയോഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുവായാലും അത് നമ്മുടെ ബന്ധുവായി തീരുമെന്ന് പറഞ്ഞു. അതേപോലെയുള്ള ചക്രം, ആ ചക്രം കയ്യിലുണ്ട്. അപ്പോഴെന്താണ്? ആ അരി നശിച്ചു, സുദർശനൻ ആയി. സുദർശനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നല്ല കാഴ്ചപ്പാട്. സുദർശനം, നല്ല ദർശനം, നല്ല കാഴ്ചപ്പാടുള്ളവരായി മാറും. എന്നെ അടിക്കാൻ വരുന്നയാളും എന്നെ അനുഗ്രഹിക്കാനാണ് വരുന്നതെന്ന് കണക്കാക്കിയിട്ട് നമ്മളൊന്ന് തൊഴുതാൽ മറ്റുള്ള ആൾക്ക് തോന്നും, ഞാനെന്തിനാ അയാളെ അടിക്കുന്നത്, അടിച്ചിട്ട് ഒരു ഗുണമില്ല എന്ന് തോന്നും. അവസാനം അയാൾ തന്നെ പിന്മാറും. അപ്പം അത് നമ്മുടെ ഉള്ളിൽ നല്ലൊരു ബന്ധത്തെ സ്ഥാപിക്കാൻ സാധ്യമാക്കും. പിന്നെ ധാന്യങ്ങൾ, ഇതൊക്കെയാണ് ആയുധങ്ങൾ. കൽപ്പലത, ഇതൊക്കെ ആയുധങ്ങളുണ്ട്. അപ്പോൾ ഐശ്വര്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വേണ്ട സമയത്ത് നന്നായിട്ട്. ഇവിടെ ഈ ലക്ഷ്മി എന്നുള്ളത് സാക്ഷാൽ മഹാലക്ഷ്മിയാണോ? അതൊന്നും അല്ല വിഷയം. ഐശ്വര്യം എന്നുള്ളതാണ്. ദേവി, ഈ ഗണപതിയുടെ പത്നിയായിട്ട് ഒന്നും ലക്ഷ്മിയെ കണക്കാക്കണ്ട. ആ ലക്ഷ്മി ചിലപ്പോൾ അമ്മയാവാം. ഏതായാലും ഐശ്വര്യത്തോടു കൂടിയ പത്നി വേറെ ഉണ്ട്. ആ സാക്ഷാൽ മഹാലക്ഷ്മി പത്നിയാണെന്ന് പറഞ്ഞിട്ടില്ല. ആ ലക്ഷ്മി വിനായകനാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പത്നി വേറെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള, ഇപ്പോൾ നമ്മൾ അങ്ങനെ ധരിക്കേണ്ടെന്നർത്ഥം. ലക്ഷ്മി വിനായകൻ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ ചിന്തിക്കാം. ലക്ഷ്മിയുടെ മടിയിലിരിക്കുന്ന വിനായകൻ എന്നാവാം, ലക്ഷ്മിയെ പത്നിയാക്കിയ വിനായകൻ എന്നാവാം. പക്ഷേ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ലക്ഷ്മി അമ്മയായിട്ട് ആ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന പത്നി വേറെയുണ്ട്. ആ പത്നി മുഖാന്തരായിട്ടോ സ്വന്തം ആയുധങ്ങൾ മുഖാന്തരായിട്ടോ ഒക്കെ ആ ലക്ഷ്മിയെ നമുക്ക് എത്തിച്ചു തരുന്ന ആ ഒരു ഭാവത്തിൽ ഉള്ള ഗണപതിയായിട്ട് തന്നെ നമുക്ക് ഭജിക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ പറഞ്ഞ ഗണപതിമാരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഗണപതി തന്നെയാണ് ഈ ലക്ഷ്മി ഗണപതി എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഉപാസിക്കാൻ തോന്നുന്ന ഒരു ഗണപതിയാണ്. ഐശ്വര്യം വേണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷേ ആ ഐശ്വര്യത്തിൻ്റെ മാനദണ്ഡം അതിനെയാണ് പ്രാധാന്യം. കുറേ പണം കയ്യിലുണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഐശ്വര്യത്തിൻ്റെ മാനദണ്ഡമല്ല. അങ്ങനെയാണെങ്കിൽ കുബേരനൊക്കെ എവിടെ എത്തിയിട്ടുണ്ടാവും? ആ കുബേരനെ പോലും മുട്ടുകുത്തിച്ച ആളാണ് ഗണപതി. ആ കുബേരന് പോലും ഇത്രയും ഐശ്വര്യം ഉണ്ടായിട്ടും ആ ഗണപതിക്ക് ഗണപതിയുടെ വിശപ്പടക്കാൻ സാധിച്ചിട്ടില്ല.
അവസാനം സന്തോഷത്തോടു കൂടി കുറച്ച് കൊടുത്ത സമയത്ത് തന്നെ തൃപ്തിയായി വയറ് നിറയുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് ഗണപതിയുടെ, ലക്ഷ്മി ഭഗവതിയുടെ ഒക്കെ പ്രാധാന്യമായിട്ട് പറയാൻ തോന്നുന്നത്. ഇനിയും സംശയങ്ങളിൽ ചോദിച്ചോളൂ, മറുപടി പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് കുറച്ചുകൂടിയൊക്കെ കൂടുതലൊക്കെ ഇങ്ങനെ കൂടുതലിങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാളും താല്പര്യം ചോദിക്കുന്നതിന് മറുപടി പറയുന്നതിലാണ് കൂടുതൽ താല്പര്യം. ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം, ഇല്ലെങ്കിൽ നമുക്ക് ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് അവസാനിപ്പിക്കാം. ഏത് ചോദ്യത്തിനും മറുപടി പറയും. കാരണം അറിയില്ല എന്നുള്ളൊരു വാക്ക് എനിക്കറിയാവുന്നത് കൊണ്ട് ഏത് ചോദ്യത്തിനും ഉത്തരം പറയും. അറിയാത്തതാണെങ്കിൽ അറിയില്ല എന്നൊരു ഉത്തരെങ്കിലും പറയും ഞാൻ. ആരും എഴുന്നേൽക്കുന്നില്ല, അപ്പം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും എന്ത് പറയുന്നു എന്നുള്ളതല്ല, എത്ര ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് വിജയം. പലർക്കും കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, കൂടുതൽ അറിയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സാരഗർഭമായ ഒരു പ്രഭാഷണം ഇവിടെ നടത്തിയിട്ടുള്ള ഇദ്ദേഹത്തെ ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി ഹരിയേട്ടനെ ക്ഷണിക്കുന്നു. നൽകാൻ വേണ്ടി ക്ഷേത്രഭാരവാഹികളെ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ ക്ഷണിക്കുകയാണ്. അദ്ദേഹമാണ് ഉപഹാരം സമർപ്പിക്കുന്നത്. ക്ഷേത്രഭാരവാഹികളെ യജ്ഞവേദിയിലേക്ക് ക്ഷണിക്കട്ടെ. വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ ശക്തിഭവൻ ഉപഹാരം സമർപ്പിക്കുന്നു. നമ്മളെല്ലാവരും കൂടിയാണ് ഈ ഉപഹാരം സമർപ്പിക്കുന്നതെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കാം. നമ്മുടെ ഏവരുടെയും പങ്കാളിത്തം ഈ സമർപ്പിക്കുന്ന ഉപഹാരത്തിലുണ്ട്. അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. സത്രവേദിയിലെ ഇന്നത്തെ വിശിഷ്ട പ്രഭാഷണം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഞാൻ. ചിന്തോദ്ദീപകമായ, കൂടുതൽ ചിന്തിപ്പിക്കുന്ന, കൂടുതൽ അന്വേഷണ ത്വരയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണം ആയിരുന്നു. ഏതായാലും ഇതിവിടെ ഈ ഭാഗത്ത് അവസാനിപ്പിക്കുകയാണ്. ഇനി എല്ലാവരും ക്ഷേത്രത്തിലേക്ക് ദീപാരാധനയ്ക്കായിട്ട് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിച്ചേരുക. ദീപക്കാഴ്ച, ദീപാരാധന മുതലായത് കഴിഞ്ഞ് എന്നത്തെയും പോലെ 7:10 നമ്മളിവിടെ വീണ്ടും സത്രശാലയിൽ ഒത്തുചേരും. അല്പസമയം പ്രഭാഷണം, പിന്നീട് കീർത്തനാലാപനം, അതിനുശേഷം മംഗളാരതി, അതോടുകൂടി യജ്ഞശാലയിലെ കാര്യങ്ങൾ അവസാനിക്കും. പിന്നീട് കലാസന്ധ്യ. എല്ലാ ഭക്തജനങ്ങളെയും ലക്ഷ്മീ വിനായകമൂർത്തിയുടെ സന്നിധിയിലേക്ക് ഭക്തിപൂർവം ക്ഷണിക്കുന്നു. ദീപാരാധന, ദീപക്കാഴ്ച മുതലായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു.